അതീന്ദ്രിയം അധ്യായം 17. തുറന്നു കിടന്ന ജനാലയിലൂടെ തണുപ്പുകാറ്റ് തള്ളിക്കയറിക്കൊണ്ടിരുന്നു. ചില്ലുജനാല പടിയിൽ വന്നിടിച്ച് വലിയ ശബ്ദമുണ്ടാക്കി. മുരളി ഒരു ഞരക്കത്തോടെ കണ്ണുകൾ തുറന്നു. മുറിയിലെമ്പാടും നോക്കി. 0 വാട്ട് ബൾബിന്റെ അരണ്ട വെളിച്ചമുണ്ട്. വാതിൽ അടഞ്ഞു കിടക്കുന്നു. തല പൊട്ടിപ്പിളരുന്നത് പോലുള്ള വേദന. കഴിഞ്ഞ സംഭവങ്ങൾ അയാൾ ഓർക്കാൻ ശ്രമിച്ചു. അഞ്ജലി സംഹാരരുദ്രയായി വന്ന് തന്നെ ഒരു കയ്യിൽ പൊക്കിയെടുത്ത് ചെകിട്ടിലാഞ്ഞടിച്ചത് അയാൾക്ക് ഓർമ്മ വന്നു. അവളുടെ വിരലുകൾക്കിടയിൽ കഴുത്ത് ഞെരുങ്ങി ശ്വാസം മുട്ടിപ്പിടഞ്ഞതും പിന്നെ ഒന്നും ഓർമ്മയില്ല. അയാൾ ബന്ധപ്പെട്ട് കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. മുഖം വല്ലാതെ നീറിപ്പുകയുന്നു. ജനാലയ്ക്ക് പുറത്തേക്ക് നോക്കിയപ്പോൾ ഇരുട്ട്. രാത്രി അവസാനിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. ചുണ്ടുകളിൽ ചോരയുണങ്ങി ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. താടിയെല്ല് വേദനിക്കുന്നുണ്ട്. അയാൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. ഭയത്തോടെ മുറിയിൽ ഒരിക്കൽ കൂടി നോക്കി. ആരുമില്ല. അയാൾ ലൈറ്റിട്ടു. നേരെ ബാത്റൂമിലേക്ക് നീങ്ങി. വാഷ് ബേസിന് മുകളിൽ കണ്ണാടിയിൽ തന്റെ പ്രതിച്ഛായ കണ്ട് അയാൾ ഞെട്ടിപ്പോയി. കവിളും ചുണ്ടും നീര് വെച്ച് വീർത്തിരിക്കുന്നു. മൂക്കിലൂടെയും കടവായ്ക്കോണിലൂടെയും ചോരയൊഴുകിയ പാടുകൾ. അയാൾ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകി. വല്ലാത്ത നീറ്റൽ. വായി തുറന്ന് വെള്ളം വലിച്ചപ്പോൾ നീറ്റൽ ഇരട്ടിച്ചു. പല്ലുകൾക്ക് ഇളക്കമുണ്ടോ? അയാൾ പല്ലുകളിൽ ബലം പിടിച്ചു നോക്കി. ഇളകുന്നുണ്ട്. ചുറ്റിക കൊണ്ട് അടിക്കുന്നത് പോലെ ആയിരുന്നു. അഞ്ജലിയുടെ കൈ തന്റെ മുഖത്ത് പതിഞ്ഞതെന്ന് അയാൾ ഓർത്തു. 70 കിലോഗ്രാം ഭാരം വരുന്ന തന്റെ ശരീരം ഒറ്റക്കൈയിൽ കച്ചിത്തുരുമ്പ് പോലെ പൊക്കിയെടുക്കാനുള്ള ആരോഗ്യം അഞ്ജലിക്കുണ്ടെന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും അയാൾക്ക് കഴിഞ്ഞില്ല. കവിളലിലും പല്ലുകളും ഇളകും വിധം അടിക്കാനുള്ള കാഠിന്യം അവളുടെ കൈക്കുണ്ടെന്നും. കഴിഞ്ഞത് ഒരു പേക്കിനാവായിരുന്നോ? അല്ല, അഞ്ജലിയെ താൻ നേരിട്ട് കണ്ടതാണ്. അവൾ രോഷാകുലയായിരുന്നു എന്നതൊഴിച്ചാൽ ഒരു മാറ്റവുമില്ല. അതേ മുഖം, അതേ കണ്ണുകൾ, അതേ വേഷം. മുരളി കിടപ്പറയിൽ ചെന്നു നോക്കി. കിടക്കവിരിയിൽ രക്തം കുതിർന്ന് പടർന്ന് കിടപ്പുണ്ട്. എങ്ങനെ ഇത് സംഭവിച്ചു? അഞ്ജലിയെപ്പറ്റി മുമ്പ് കേട്ടതൊക്കെ അയാൾ ഓർമ്മിച്ചു. അർദ്ധരാത്രിയിൽ വീടിനുള്ളിൽ കടന്നു ചെന്ന് ജയന്തന്റെ മുഖം പൊള്ളിച്ചതും, പോലീസ് സ്റ്റേഷനിൽ തനിയെ പോയി കേസ് രാജിയാക്കിയതും, ടെറസിൽ നിന്ന് വീണ അപ്പുക്കുട്ടനെ രക്ഷിച്ചതും എല്ലാം. ഈ സംഭവങ്ങളുടെ എല്ലാം പിന്നിൽ അമാനുഷികമായ ഒരു ശക്തി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് മുരളിക്ക് തോന്നി. അസാധ്യങ്ങളായിരുന്നു എല്ലാം തന്നെ. അഞ്ജലിയിൽ അമാനുഷമായ ഒരു ശക്തി കുടികൊള്ളുന്നുണ്ടോ? അഞ്ജലി തന്നെയാണോ ഇതെല്ലാം ചെയ്യുന്നത്? എങ്കിൽ താൻ അവളെ കീഴടക്കാൻ ഒരുമ്പെട്ടപ്പോൾ എന്തുകൊണ്ട് ആ ശക്തി അവളിൽ പ്രകടമായില്ല? അവളുമായി മൽപ്പിടുത്തം നടത്തുമ്പോൾ ഒരു സാധാരണ യുവതിയുടെ ശരീരബലം മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ എന്ന് മാത്രമല്ല, അവൾ ഭയം നോടി കുട്ടികളുടെ കിടപ്പറയിൽ കടന്ന് വാതിലടയ്ക്കുകയാണുണ്ടായത്. മുരളി ആ കഠിന വേദനയ്ക്കിടയിലും ചിന്താക്കുഴപ്പത്തിലായി. അയാൾ വാതിൽ തുറന്ന് ഹാളിലിറങ്ങി. കുട്ടികളുടെ കിടപ്പറയ്ക്ക് മുന്നിലെത്തി. അഞ്ജലി അവിടെയുണ്ടോ എന്നറിയണം. ജനാലയ്ക്കൽ ഒരു കസേര വലിച്ചിട്ട ശേഷം വെന്റിലേഷനിലൂടെ അയാൾ അകത്തേക്ക് നോക്കി. അഞ്ജലി കിടക്കയിൽ സുഖമായി ഉറങ്ങുന്നു. അവളുടെ ഇരുവശത്തുമായി കുട്ടികൾ. അവർ അവളെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. നേരത്തെ താൻ കണ്ട സംഹാരരുദ്രമായ മുഖമല്ല ഇപ്പോൾ. ഉറങ്ങുന്ന മാലാഖയുടേതുപോലെ ശാന്തവും നിഷ്കളങ്കവുമായ മുഖം. ഇവളാണോ തന്നെ ഒരു ചുണ്ടലിയെപ്പോലെ പൊക്കിയെടുത്ത് അലക്കിയത്? മുരളി ഉൾഭീതിയോടെ തന്റെ മുറിയിലേക്ക് തിരിച്ചു പോന്നു. ആരോടെങ്കിലും ഈ ഭയാനക സംഭവത്തെക്കുറിച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ ബുദ്ധിക്കൊരു വെളിച്ചം കിട്ടുമായിരുന്നു. നിർഭാഗ്യവശാൽ ആരോടും പറയാൻ കൊള്ളാവുന്നതല്ല ചെയ്തു വെച്ചതും. നാളെ അഞ്ജലി ഇക്കാര്യം രമണിയോട് പറയുമോ എന്നൊരാശങ്ക മനസ്സിൽ ശേഷിക്കുകയും ചെയ്യുന്നു. മുരളിക്ക് പിന്നെ ഉറങ്ങാനേ കഴിഞ്ഞില്ല. തലവേദനയ്ക്കുള്ള ബാം പുരട്ടിക്കൊണ്ട് പുലർച്ചെ വരെ കിടന്നു. അതികാലത്ത് തന്നെ അയാൾ എഴുന്നേറ്റ് വേഷം മാറി കാറോടിച്ചു പോവുകയും ചെയ്തു. അഞ്ജലിയെ കുട്ടികളാണ് വിളിച്ചുണർത്തിയത്. വിഷ്ണു വിശക്കുന്നാൻറ്റി എന്ന് പറഞ്ഞു കരച്ചിൽ തുടങ്ങിയിരുന്നു. അഞ്ജലി തലേന്ന് രാത്രിയിലെ സംഭവങ്ങൾ ഓർത്തു. മുരളി തന്നെ കയറി പിടിച്ചതും താൻ വല്ലവിധേനയും രക്ഷപ്പെട്ടോടി മുറിയിൽ കയറി വാതിലടച്ചതും ഇപ്പോഴും ഭയം അവളെ വിട്ടൊഴിഞ്ഞില്ല. അച്ഛൻ ഉണർന്നോന്ന് നോക്ക്, ചായയിട്ട് അവൾ അപ്പക്കുട്ടനോട് പറഞ്ഞു. അപ്പക്കുട്ടൻ അല്പം കഴിഞ്ഞ് തിരിച്ചു വന്നു. അച്ഛൻ രാവിലെ എങ്ങാണ്ട് പോയിന്ന് തോന്നുന്നല്ലോ ആന്റി, കാറും കാണാനില്ല. അഞ്ജലി വന്ന് നോക്കിയപ്പോൾ അത് ശരിയാണെന്ന് കണ്ടു. ഇത്ര രാവിലെ അയാൾ എവിടെ പോയെന്ന് അവൾ അതിശയിച്ചു. ഒരു പക്ഷേ തന്നെ അഭിമുഖീകരിക്കാൻ കഴിയാഞ്ഞ് സ്ഥലം വിട്ടതാവാം. അച്ഛന്റെ കിടക്കയിലെല്ലാം ചോര. അപ്പുക്കുട്ടൻ പേടിയോടെ മുറിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അഞ്ജലി ബെഡ്റൂമിലേക്ക് ചെന്നു. ശരിയാണ്, ബെഡ്ഷീറ്റിൽ ചോരപ്പാടുകൾ കാണാനുണ്ട്. വല്ലാത്തൊരു ഉൾഭീതി അവളെ ഗ്രസിച്ചു. ഉച്ചയ്ക്ക് മുരളി എത്തി.
മുഖത്തും ചുണ്ടിലും താടിയിലും വലത്തെ കവിളിലും ബാൻഡേജ്. അഞ്ജലി അമ്പരന്നു. മുരളി അഞ്ജലിയെ ഒന്ന് നോക്കിയത് പോലുമില്ല. അയാൾക്ക് വാസ്തവത്തിൽ ഭയമുണ്ടായിരുന്നു. അച്ഛന്റെ മുഖത്ത് എന്നാ പറ്റിയതാ അച്ഛ? അപ്പുക്കുട്ടൻ ചോദിച്ചു. അതൊരു ചെറിയ ആക്സിഡന്റ് ആയതാ മോനെ, അയാൾ മുഖമുയർത്താതെ പറഞ്ഞു. അച്ഛന്റെ കിടക്കയില് ചോര കണ്ടല്ലോ. അതോ? രാത്രിയില് അച്ഛൻ കിടക്കേന്ന് താഴോട്ട് വീണുപോയി. മുഖമാ ചെന്ന് നിലത്തടിച്ചത് അതിന്റെയാ. അഞ്ജലിയും അത് കേട്ടു. അപ്പറഞ്ഞത് കളവാണെന്ന് അവൾക്ക് തോന്നി. അച്ഛൻ ആശുപത്രിയിൽ പോയോ? അപ്പുക്കുട്ടൻ ചോദിച്ചു. അമ്മയെ ഉച്ച കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യും. നമുക്ക് പോയി കൂട്ടിക്കൊണ്ടു വരണം. അഞ്ജലി ഉച്ചയ്ക്ക് ഊണ് വിളമ്പിയെങ്കിലും മുരളി കഴിക്കാൻ വന്നില്ല. വിശപ്പില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞു. ഒടുവിൽ അഞ്ജലി ചെന്ന് വിളിച്ചു. മുരളിയുടെ മുഖത്ത് പേടിയായിരുന്നു. ഏതായാലും പട്ടിണി കിടക്കണ്ട, വാ, ഊണ് വിളമ്പിയിട്ടുണ്ട്. വേണ്ട, ദൈവത്തെ ഓർത്ത് എന്നെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. ഞാനിനി മേലിൽ ഒരു ശല്യത്തിനും വരില്ല, അയാൾ ക്ഷമാപണ സ്വരത്തിൽ പറഞ്ഞു. ഇന്നലെ ഞാനൊരു അവിവേകം കാട്ടി. അതിന്റെ ശിക്ഷ കിട്ടുകയും ചെയ്തു. രമണിയോട് പറയാതിരുന്നാൽ ഉപകാരം. പേടിക്കണ്ട, ഞാൻ ചേച്ചിയോട് ഒന്നും പറയുകയില്ല. സഹതാപം കൊണ്ടൊന്നുമല്ല. ഒരു കുടുംബം കലക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ട്. പക്ഷേ ചേട്ടൻ ഇനിയെങ്കിലും ഇത്തരം വഷളത്തരങ്ങൾ ഉപേക്ഷിക്കണം. മക്കള് രണ്ടായില്ലേ? മുരളി ഒന്നും മിണ്ടിയില്ല. ഊണ് കഴിക്കുന്നുണ്ടോ? ഇല്ല. അഞ്ജലി പിന്തിരിഞ്ഞു. അഞ്ജു, അയാൾ വിളിച്ചു. അവൾ തിരിഞ്ഞു നിന്നു. നിനക്കിന്ന് തന്നെ വേണമെങ്കിൽ തിരിച്ചു പോകാം. പോകണോ? നീ പോകുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ ചേച്ചിയോട് പറഞ്ഞേക്കുമെന്ന് പേടിയുണ്ടല്ലേ? ശരി, ഞാൻ പൊയ്ക്കൊള്ളാം. അഞ്ജലി ഒരു രാത്രി കൂടി ഈ വീട്ടിൽ തങ്ങുന്നതിനെക്കുറിച്ച് ഓർക്കാൻ കൂടി മുരളി ഭയന്നു. ഇന്ന് രാത്രിയിലും ഇവളുടെ ആക്രമണമുണ്ടായാലോ? ഇവളെ വിശ്വസിച്ചുകൂടാ. ഉച്ചതിരിഞ്ഞ് മുരളി കുട്ടികളെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകാനൊരുങ്ങി. താനും കൂടെ ചെല്ലാമെന്ന് അഞ്ജലി പറഞ്ഞെങ്കിലും അയാൾ വിലക്കി. 2:30 മണിയോടെ രമണിയും കൂട്ടി അയാൾ തിരിച്ചെത്തി. രമണി വന്നയുടനെ അഞ്ജലി വീട്ടിലേക്ക് പോകാൻ തയ്യാറായി. നീ എങ്ങോട്ടാ പെണ്ണെ? രമണി ചോദിച്ചു. വീട്ടിലേക്ക്. ഞാൻ ഇപ്പോഴങ്ങ് വന്നതല്ലേ ഉള്ളൂ. നിനക്ക് നാളെ പോയാൽ പോരെ? പോരാ, ഇന്ന് പോകണം, അത്യാവശ്യമുണ്ട്. രമണി അന്താളിച്ചു പോയി. നിനക്കെന്തു പറ്റി ഇത്ര പിടിവാശിയെടുക്കാൻ? പോണം ചേച്ചി, 3-4 ദിവസമായില്ലേ വന്നിട്ട്. ഇവിടെ നീ എനിക്കൊരു സഹായമുണ്ടല്ലോ എന്ന് വിചാരിച്ച ഡിസ്ചാർജ് വാങ്ങി പോന്നത്, അല്ലാതെ പൂർണ്ണ സുഖമുണ്ടായിട്ടല്ല. ചേട്ടനല്ലേ ഉള്ളത് സഹായത്തിന്. അഞ്ജലി പോയേ അടങ്ങൂ എന്ന് ഉറച്ചു നിന്നു. അപ്പുക്കുട്ടനും വിഷ്ണുവും കെഞ്ചിയിട്ടും അഞ്ജലി നിന്നില്ല. അച്ഛന് സുഖമില്ലാതെ കണ്ടിട്ട് പോന്നതല്ലേ ചേച്ചി. വീട്ടിൽ ചെന്നാലേ ഒരു മനസമാധാനം കിട്ടൂ. അവൾക്ക് നിർബന്ധമാണെങ്കിൽ പോകട്ടെ, മുരളി പറഞ്ഞു. എന്നാൽ അവളെ കൊണ്ടുവിട്ടിട്ട് വാ, രമണി ഭർത്താവിനോട് നീരസത്തോടെ പറഞ്ഞു. അത്രയും ദൂരം കാറോടിക്കാൻ എനിക്ക് പറ്റുമോ? രാത്രിയിലത്തെ വീഴ്ചയില് തല വല്ലാതിളകിയിട്ടുണ്ട്. റെസ്റ്റ് എടുക്കാനാ ഡോക്ടർ പറഞ്ഞത്, മുരളി വെളിപ്പെടുത്തി. പിന്നെ അവളെങ്ങനെ പോകും? ഞാൻ ബസ്സിൽ പൊയ്ക്കോളാം ചേച്ചി. ഇവിടുന്ന് ഇഷ്ടം പോലെ ബസ്സുണ്ടല്ലോ. അങ്ങെത്തുമ്പോ സന്ധ്യയാവൂലേ? രമണി സംശയിച്ചു. ബസ് സ്റ്റേഷൻ വരെ ഞാൻ കാറിൽ കൊണ്ടുവിടാം, മുരളി സൗജന്യമെന്ന പോലെ പറഞ്ഞു. അതിന്റെ യാതൊരു ആവശ്യവുമില്ല, ഓട്ടോ പിടിച്ചു പൊയ്ക്കൊള്ളാം. യാത്ര പറഞ്ഞ് അഞ്ജലി ഇറങ്ങി. അവൾക്ക് എന്തെന്നില്ലാത്ത സങ്കടം തോന്നി. ഓട്ടോയിലിരിക്കുമ്പോൾ അവൾ കർച്ചീഫ് കൊണ്ട് കണ്ണീർ തുടച്ചു. ബസ്സിൽ വീട്ടിലെത്തിയപ്പോൾ രാത്രി 8 മണിയായി. നീ എന്താ മോളെ ബസ്സിൽ വന്നത്? കാറില്ലായിരുന്നോ? കരുണാകരൻ നമ്പ്യാർ അമ്പരപ്പോടെ ചോദിച്ചു. ചേട്ടൻ വീണ് സുഖമില്ലാണ്ടിരിക്കുക, അവൾ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു. നാളെ ഞാനങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. നീ ഒരു ഇന്റർവ്യൂവിന് പോയില്ലേ? JP & കമ്പനിയുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നു ഇന്നലെ പോസ്റ്റിൽ. അഞ്ജലിയുടെ സകല വിഷമവും എങ്ങോ മറഞ്ഞു. നമ്പ്യാർ അലമാരയിൽ നിന്ന് ഒരു കവർ എടുത്തു കൊടുത്തു. അവളത് തുറന്നു. അഞ്ജലിക്ക് ഇതിൽ പരം ഒരു സന്തോഷമില്ല. 3-ാം തീയതി ജോയിൻ ചെയ്യാനാണല്ലോ അച്ഛാ ഇതില്. അവൾ തുള്ളിച്ചാടിക്കൊണ്ടെന്ന പോലെ പറഞ്ഞു. അടുത്ത തിങ്കളാഴ്ച. ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. മനസ്സാ ഉപേക്ഷിച്ച കേസാ. അത്ഭുതം. അവൾക്കിനിയും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീ വാസ്തവത്തിൽ അത് ഉപേക്ഷിക്കുന്നത് അച്ഛനിഷ്ടം. എന്റെ ഏറ്റവും വലിയ സ്വപ്നമല്ലേ അച്ഛാ ഇത്. അത് ഓർമ്മയുള്ളത് കൊണ്ടാ ഞാനത് കീറിക്കളയാഞ്ഞത്. നമുക്ക് തലേ ദിവസം തന്നെ പോകണം. കമ്പനിയുടെ ഓഫീസ് കണ്ടുവയ്ക്കണം. പിന്നെ താമസം ഏർപ്പാടാക്കണം. അച്ഛനും വരണം കൂടെ. നമ്പ്യാർ ഒന്നും മിണ്ടിയില്ല. സന്തോഷത്തിന്റെ ദിനരാത്രങ്ങളായിരുന്നു അഞ്ജലിയുടേത്. നമ്പ്യാർക്ക് ഉത്കണ്ഠ പെരുകി വന്നു. മകളുടെ കാര്യത്തിൽ ഇനിയുമൊരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല.
ഇവിടെ തന്നെ അവൾക്ക് കാവലായിട്ടാണ് കഴിയുന്നത്. മറ്റൊരിടത്ത് ആരുടെയും പ്രത്യേക ശ്രദ്ധയില്ലാതെ ജീവിക്കുമ്പോൾ എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടാകുമെന്ന് ആരറിഞ്ഞു? ചിലപ്പോൾ ഈ മാറ്റം നല്ലതിനായേക്കാമെന്നും തോന്നി. മകൾ വീട് വിട്ടു താമസിക്കുന്നതിൽ സുമതിക്കുട്ടിയമ്മയ്ക്കും ഉണ്ടായിരുന്നു ആശങ്കകൾ. അവരത് ഭർത്താവിനോട് തുറന്നു പറയുകയും ചെയ്തു. അഞ്ജലി പോകാനുള്ള ഒരുക്കങ്ങളിലായിരുന്നു. ജോലി കിട്ടിയ വാർത്ത കൂട്ടുകാരെയെല്ലാം അറിയിച്ചു, പ്രത്യേകിച്ചും ആനന്ദിനെ. അവർ തമ്മിൽ കാണുകയും ചെയ്തു. ആനന്ദിനും സന്തോഷമായി. ഇനി പരസ്പരം കാണാൻ വീട്ടുകാരുടെ അനുവാദം വേണ്ടല്ലോ. അഞ്ജലിയുടെ ജോലിസ്ഥലത്ത് പോയാൽ മതി. ഒരു സ്വപ്നം സഫലമായി, അവൾ ആനന്ദിനോട് പറഞ്ഞു. ഇനി വല്ല സ്വപ്നങ്ങളുമുണ്ടോ? സ്വപ്നങ്ങളുടെ ഘോഷയാത്രയല്ലേ എന്റെ മനസ്സിൽ. അവൾ കള്ളക്കണ്ണിട്ട് അവനെ നോക്കിക്കൊണ്ട് തുടർന്നു. കല്യാണം, കുഞ്ഞുങ്ങൾ, അവരുടെ വളർച്ച, നേട്ടങ്ങൾ, അങ്ങനെ അത് നീണ്ടു പോകും. ഇതിലൊക്കെ എനിക്കും പങ്കുണ്ടോ എന്നറിഞ്ഞാൽ മതി. ആനന്ദിന് പങ്കില്ലാത്ത ഒരു സ്വപ്നവും എനിക്കില്ലെന്നറിയില്ലേ? അവൾ മന്ത്രിച്ചു. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് പുറപ്പെടാനായിരുന്നു തീരുമാനം. രാവിലെ തന്നെ പായ്ക്കപ്പ് കഴിഞ്ഞു. പ്രഭാത ഭക്ഷണത്തിന് ശേഷം അഞ്ജലി വെറുതെ പിൻമുറ്റത്തു കൂടി ഉലാത്തി. അപ്പോഴാണ് പുറകിലെ നീളൻ വരാന്തയിൽ നിന്ന് കരച്ചിലും ആവലാതി പറച്ചിലും കേട്ടത്. അവൾ നോക്കിയപ്പോൾ വേലക്കാരി ചെല്ലമ്മയാണ്. അമ്മയുമുണ്ട്. അഞ്ജലിയും അരികെ ചെന്നു നിന്നു. എന്റെ മോളായതുകൊണ്ട് പറയുന്നതല്ല കേട്ടോ. അവൾക്ക് 16 വയസ്സേ ഉള്ളൂ. അവൾക്ക് വേണ്ടിട്ടല്ലേ ഞാനീ കരതോറും നടന്ന് എച്ചില് പാത്രവും മോറിയും ഓലപെറുക്കിയും ഇടഞ്ഞു വിറ്റും നാഴി ഇരുന്നാഴി എരുന്ന് വാങ്ങിയും വല്ലതും സമ്പാദിക്കുന്നേ. അങ്ങേർക്കിത് വല്ലതും അറിയണോ? വല്ലപ്പോഴും പണിയാൻ പോയാൽ അത് മുഴുവൻ കുടിച്ചു തീർക്കും. കുടിക്കാൻ കാശില്ലാത്തപ്പോ എന്നോടാ വഴക്ക്. അങ്ങേരുടെ ഇടിയും ചവിട്ടും കൊണ്ടാ ഞാനീ കോലമായേ. പെണ്ണിനൊരു താലിമാലയ്ക്കുള്ള പണം ഞാൻ കുടുക്കയിലിട്ട് കുഴിച്ചിട്ടതും അങ്ങേര് മാന്തി എടുത്തോട്ട് പോയി കുടിച്ചു തീർത്തു. എല്ലാം സഹിച്ചു. ഇപ്പം അങ്ങോരെന്റെ മോളെ കിടത്തി ഉറക്കുകയില്ല. മനുഷ്യന്റെ മുമ്പിൽ പറയാൻ കൊള്ളുമോ? എന്നും പിടിയും വലിയും. അവള് ഇരുട്ടത്തെഴുന്നേറ്റ് ഓടും. രാത്രിയിൽ എവിടെയെങ്കിലും പതുങ്ങിയിരിക്കും. രണ്ടാനച്ഛനാണേലും മോളെ പോലെ അല്ലയോ, മോളുടെ പ്രായമല്ലയോ. മൂക്കും ചീറ്റി കണ്ണും തുടച്ച് ആ സ്ത്രീ കരച്ചിൽ തുടർന്നു. ചെല്ലമ്മയുടെ ആദ്യ ഭർത്താവ് പണ്ടേ മരിച്ചുപോയി. ആദ്യ ഭർത്താവിന്റെ മകളാണ് തങ്കമണി. പിന്നെയാണ് ചെല്ലമ്മയുടെ കൂടെ മാധവൻ വന്നു കൂടിയത്, മുഴുക്കുടിയൻ. ചെല്ലമ്മയെ പൊതിരെ തല്ലും. ഇപ്പോൾ ചെല്ലമ്മയുടെ മകളുടെ ശരീരത്തിലാണ് കണ്ണ്. ഇന്നലെ രാത്രിയിൽ എന്റെ കുഞ്ഞിന് ചെയ്യാത്തതൊന്നുമില്ല. പാടുപെട്ട ഞാൻ അങ്ങേരെ മുറി നിറക്കി വിട്ടത്. പറയാൻ കൊള്ളാവോ? ചിലപ്പം വിചാരിക്കും വെട്ടുകത്തിയെടുത്ത് ആ പിശാചിന്റെ കഴുത്ത് കണ്ടിച്ചാലോ ഒന്ന്. പക്ഷേ മോളെ ഓർക്കുമ്പം വയ്യ. അങ്ങോര് വല്ല ഇടിവെട്ടിയോ പാമ്പ് കടിച്ചോ ചത്താലും വേണ്ടിയില്ലായിരുന്നു. അത്രയ്ക്ക് സഹിച്ചു. മോള് വല്ല വഴിക്കും ഇറങ്ങിപ്പോകുവാന്നും പറഞ്ഞിരിക്കുക. അല്ലെങ്കിൽ അവള് വല്ല വിഷവും തിന്ന് ചത്ത് കളയുമെന്ന്. നിന്നെയൊക്കെ കാണിച്ചു തരാമടി, രാത്രി ആയിക്കോട്ടെ എന്നും പറഞ്ഞ പിശാച് പോയിരിക്കുന്നേ. ഞങ്ങൾ എന്നാ ചെയ്യും? ആരോട് പറയും? ആകപ്പാടെ പുറമ്പോക്കിലൊരു സെന്റും കൂരയുമല്ലേ ഉള്ളൂ. അവരുടെ ആത്മവേദന അഞ്ജലിയുടെ ഉള്ളിൽ തട്ടി. അവൾ അമർഷത്തോടെ അമർത്തിച്ചവിട്ടി തിരിഞ്ഞു നടന്നു. ഇങ്ങനത്തെ നീച മൃഗങ്ങളെ പൊതുവഴിയിലൂടെ കാലിൽ കയറുകെട്ടി വലിക്കുകയാണ് വേണ്ടതെന്ന് അവൾ രോഷം കൊണ്ടു. കള്ളുകുടിച്ചാൽ പേയിളകുന്ന ഈ പട്ടിയെ വീട്ടിൽ നിന്ന് ഷാപ്പിലേക്കും ഷാപ്പിൽ നിന്ന് തിരികെ വീട്ടിലേക്കും കെട്ടി വലിക്കണം. അതാണ് ശിക്ഷ. പക്ഷേ ഇങ്ങനെ ചിന്തിക്കുന്ന താനും ആ പാവം സ്ത്രീയും അവരുടെ മകളും നിസ്സഹായർ. പെണ്ണുങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സഹിക്കയല്ലാതെ, ശപിക്കയല്ലാതെ. ഉച്ചയോണം കഴിഞ്ഞ് അഞ്ജലിയും കരുണാകരൻ നമ്പ്യാരും പുറപ്പെട്ടു. അഞ്ജലി എല്ലാവരോടും യാത്ര പറഞ്ഞു. എല്ലാ വീക്കെൻഡിലും വരണം കേട്ടോ മോളെ. നിന്നെ കൺമുമ്പിൽ കണ്ടില്ലെങ്കിൽ എന്റെ ഉള്ളിൽ തീയ. സൂക്ഷിച്ചു ജീവിക്കണേ, സുമതിക്കുട്ടിയമ്മ പറഞ്ഞു. അവരുടെ കണ്ണുകൾ നീരണിഞ്ഞിരുന്നു. ഇത് നല്ല പുതുമ, നമ്പ്യാർ പറഞ്ഞു. അവൾ കാണാമറയത്തൊന്നുമല്ലല്ലോ പോകുന്നത്. 2 അല്ലെങ്കിൽ 3 മണിക്കൂർ യാത്ര. കാറിൽ അവർ യാത്ര തിരിച്ചു. JP & കമ്പനി സ്ഥിതി ചെയ്യുന്ന നഗരത്തിൽ 5 മണിയോടെ എത്തി. ഓഫീസ് എവിടെയെന്ന് കണ്ടുപിടിച്ചു. അഞ്ജലിക്ക് താമസിക്കാൻ ഓഫീസിൽ നിന്ന് വളരെ അകലെയല്ലാതെ ഒരു ഹോസ്റ്റലും തരപ്പെടുത്തി. അച്ഛനും മകളും ഹോട്ടലിൽ മുറിയെടുത്തിരുന്നു, ഒരു ഡബിൾ റൂം. രാത്രിയിൽ 2 പേരും പോയി ഒരു സിനിമ കണ്ടു. തിരിച്ചു വന്ന് അത്താഴം കഴിച്ച ശേഷം കിടന്നുറങ്ങി. അധ്യായം 18. കരുണാകരൻ നമ്പ്യാർ വെളുപ്പിന് 5 മണിക്ക് മുമ്പ് ഉണർന്നു. അതാണ് ശീലം. ഈയിടെയായി ചിലപ്പോൾ അതിലും നേരത്തെ ഉണർന്നു പോകുന്നു. പ്രായമാകും തോറും ഉറക്കം കുറഞ്ഞു വരികയാണ്. 7 മണിക്കാണ് അഞ്ജലി ഉണർന്നത്. അവൾ വല്ലാതെ പരവശയും ക്ഷീണിതയുമായി കാണപ്പെട്ടു. 7 മണിവരെ ഉറങ്ങിയിട്ടും കണ്ണുകളിൽ ഉറക്കച്ചടവ് ബാക്കി നിൽക്കുന്നു.
രാത്രിയിൽ നീ ശരിക്കുറങ്ങിയില്ലേ മോളെ? ഉറങ്ങിയല്ലോ, അവൾ അഴിഞ്ഞുലഞ്ഞ മുടി കോതിയൊതുക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? ഞാനൊരു ദുസ്വപ്നം കണ്ടു അച്ഛാ, വല്ലാതെ പേടിപ്പിക്കുന്ന ഒരെണ്ണം. അത് കഴിഞ്ഞ് ശരിക്കൊന്നും ഉറങ്ങാൻ കഴിഞ്ഞില്ല. വെളുപ്പിനെയാണ് ഒന്ന് കണ്ണടച്ചത്. നമ്പ്യാർ അവളെ സൂക്ഷിച്ചു നോക്കി. എന്തു സ്വപ്നം? നിനക്ക് വല്ലതും ഓർക്കാൻ പറ്റുന്നുണ്ടോ? അവൾ നെറ്റി ചുളിച്ച് അകലേക്ക് നോക്കി. അവൾ ഓർമ്മയിൽ പരതുകയായിരുന്നു. ഒന്നും ശരിക്ക് ഓർമ്മയില്ല. ഒരുമാതിരി ഇരുണ്ട് മൂടൽമഞ്ഞിനകത്ത് കുടുങ്ങിപ്പോയതുപോലെ ആയിരുന്നു. ഒരു പെൺകുട്ടിയുടെ നിലവിളി, ആരുടെയൊക്കെയോ കരച്ചിൽ, പേടിപ്പിക്കുന്ന ഒരലർച്ച. ഇത്രയൊക്കെ ഓർമ്മയുള്ളൂ. എന്നെ ആരോ ഓടിക്കുകയായിരുന്നു. നിലത്തുകൂടിയല്ല, വായുവിൽ കൂടി, ഒരു റോക്കറ്റിന്റെ വേഗതയിൽ. കൊല്ല്, കൊല്ല് എന്ന് മുഴക്കമേറിയ ഒരു സ്വരം എപ്പോഴും ചെവിയിൽ വന്നലയ്ക്കുന്നുണ്ടായിരുന്നു. ഹോ! അഞ്ജലി നെറ്റിയിൽ അമർത്തി തിരുമി. എന്നിട്ട് ബാഗ് തുറന്ന് പേസ്റ്റും ബ്രഷും എടുത്തു. അച്ഛൻ രാവിലെ പല്ലുതേപ്പും കുളിയും എല്ലാം കഴിഞ്ഞു അല്ലേ? അവൾ ടോയ്ലറ്റിലേക്ക് നീങ്ങി. നമ്പ്യാർക്ക് അവളുടെ പേക്കിനാവിനെ കുറിച്ച് അസാധാരണമായി ഒന്നും തോന്നിയില്ല. ഉറക്കത്തിൽ ഓരോരുത്തർ എത്രയോ പേക്കിനാവുകൾ കാണുന്നു. താൻ എത്രയധികം കണ്ടിരിക്കുന്നു. പ്രേതപിശാചുക്കളും മതം പൊട്ടിയ ആനകളും ഭണം വിടർത്തിയ സർപ്പങ്ങളും രാക്ഷസാകാരം പൂണ്ട ഭൂതങ്ങളുമൊക്കെ ദുസ്വപ്നങ്ങളിൽ വന്ന് ഭയപ്പെടുത്താറുണ്ട്. പ്രളയജലത്തിൽ ശ്വാസം കിട്ടാതെ കൈകാലിട്ടടിച്ച് പുളയാറുണ്ട്. ചില പേക്കിനാവുകൾ ശരീരത്തെയും ക്ഷീണിപ്പിക്കും. 8 മണിക്ക് നമ്പ്യാർ മകളെയും കൂട്ടി ഹോസ്റ്റലിൽ ചെന്നു. അഞ്ജലിക്ക് കിട്ടിയ റൂമിൽ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു. 9 മണിക്ക് JP & കമ്പനിയുടെ ഓഫീസിലെത്തി. MDയും മാനേജറും എത്തിയിട്ടില്ല. ക്ലറിക്കൽ സെക്ഷനിലാണ് അഞ്ജലിക്ക് ജോലി. വർക്ക് സൂപ്രണ്ടിനെ അഞ്ജലി അപ്പോയിന്റ്മെന്റ് ഓർഡർ കാട്ടി. ഇന്ന് പുതിയൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്ന് മാനേജർ പറഞ്ഞിരുന്നു. സൂപ്രണ്ട് അറിയിച്ചു. അയാൾ അഞ്ജലിയുടെ ടേബിൾ കാട്ടിക്കൊടുത്തു. അഞ്ജലി തന്റെ സഹപ്രവർത്തകരെ നോക്കി. ചിലർക്ക് സൗമ്യഭാവം, ചിലർക്ക് നിസ്സംഗത. അവൾ അച്ഛനോടൊപ്പം സന്ദർശകർക്കുള്ള സ്ഥലത്ത് ചെന്നിരുന്നു. MDയും മാനേജറും 10 മണിക്ക് എത്തി. നമ്പ്യാർ മകളെയും കൂട്ടി ക്യാബിനിൽ കയറി. അപ്പോയിന്റ്മെന്റ് ഓർഡർ കാട്ടി. അഞ്ജലിയെ MD സാഗൂതം നോക്കി. ഏതാനും വാക്ക് സംസാരിച്ചു. പിന്നെ മാനേജറുടെ ക്യാബിനിലേക്ക് അയച്ചു. ഔപചാരികമായ ഏർപ്പാടുകളെല്ലാം വേഗം കഴിഞ്ഞു. മാനേജർ മോഹൻദാസ് അഞ്ജലിയെ ഹാളിലേക്ക് കൊണ്ടുപോയി. എല്ലാവരെയും പരിചയപ്പെടുത്തി. പേര് പറയുക, ഹലോ എന്ന് ശിരസ് നമിക്കുക. ആ ചടങ്ങും കഴിഞ്ഞു. ഇനി എനിക്ക് പോകാമല്ലോ മോളെ? അച്ഛൻ ധൈര്യമായിട്ട് പൊയ്ക്കോ. ഇടയ്ക്ക് ഫോൺ ചെയ്യണം. എല്ലാ ശനിയാഴ്ചയും വീട്ടിലെത്തിയിരിക്കണം. ഓക്കെ? ഓക്കെ. പിന്നെ കൂട്ടുകൂടി കണ്ടമാനം കറങ്ങി നടക്കാനൊന്നും പോയേക്കരുത്. ഹോസ്റ്റലിൽ ഏറ്റവും അടക്കവും ഒതുക്കവും വിനയവുമുള്ളവൾ ആരാണെന്ന് ചോദിച്ചാൽ വാർഡൻ നിന്റെ പേര് പറയണം. ചിരിച്ചുകൊണ്ട് പാതി കാര്യമായും പാതി തമാശയായും നമ്പ്യാർ പറഞ്ഞു. നമ്പ്യാർ കാറിൽ വീട്ടിലേക്ക് മടങ്ങി. അയാളുടെ ഉള്ളിൽ അവ്യാഖ്യായമായ ഒരാശങ്ക തുടിച്ചുകൊണ്ടിരുന്നു. മകളെ വിട്ടിട്ട് പോന്നത് ശരിയായില്ലെന്ന് തോന്നി. തലച്ചോറിലൊരു അത്യാഹിതത്തിന്റെ മണിമുഴക്കം. അവളെ ജോലിക്ക് വിടേണ്ട കാര്യമേയുള്ളതല്ല. തനിക്ക് താല്പര്യവുമില്ലായിരുന്നു. പക്ഷേ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു. അതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല. അവളെ ചുറ്റിപ്പറ്റി എന്തോ നിഗൂഢതകൾ ഉണ്ടെന്നുള്ള ഊഹം മനസ്സമാധാനം കെടുത്തുന്നു. അതവളെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന പേടി. വീട്ടിലായിരുന്നെങ്കിൽ കാവലും സൂക്ഷ്മതയും ഉണ്ടായിരുന്നു. ചിലപ്പോൾ തന്റെ ഊഹങ്ങൾ അസ്ഥാനത്താകാനും മതി. നമ്പ്യാർ വീട്ടിലെത്തി. ആദ്യം കേട്ട വാർത്ത ജോലിക്കാരി ചെല്ലമ്മയുടെ ഭർത്താവ് മാധവൻ കൊല്ലപ്പെട്ടു എന്നതാണ്. സുമതിക്കുട്ടിയമ്മയാണ് സംഭവത്തെക്കുറിച്ച് പറഞ്ഞത്. മാധവനും ചെല്ലമ്മയും തമ്മിൽ മകൾ തങ്കമണിയെ ചൊല്ലി എന്നും വഴക്കായിരുന്നു. തലേന്ന് മാധവൻ കുടിച്ചിട്ട് വന്ന് തങ്കമണിയെ കയറി പിടിച്ചു. അവൾ കരഞ്ഞ് ബഹളമുണ്ടാക്കി. തടസ്സം പിടിക്കാൻ ചെന്ന ചെല്ലമ്മയെ അയാൾ ചവിട്ടി വീഴ്ത്തി. ബലാത്കാര ശ്രമത്തിനിടയിൽ മാധവൻ കുടിലിന് വെളിയിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു എന്നാണ് തങ്കമണി പറഞ്ഞത്. ഒരു സ്ത്രീരൂപം വാതിൽക്കലെത്തി അയാളുടെ കാലിൽ പിടിച്ച് വലിച്ചിഴച്ച് കൊണ്ടുപോവുകയായിരുന്നത്രേ. ഇരുട്ടായിരുന്നതിനാൽ സ്ത്രീയുടെ മുഖം ശരിക്ക് കാണാനൊത്തില്ല. മുടി അഴിച്ചിട്ടിരുന്നു. സാരിയാണ് ധരിച്ചിരുന്നത്. മാധവൻ നിലവിളിച്ചുകൊണ്ട് ഉരുണ്ടു പിരണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞില്ല. അത്ര വേഗത്തിലാണ് അയാൾ വലിച്ചിഴക്കപ്പെട്ടത്. അരമണിക്കൂറിന് ശേഷം അതേ സ്ത്രീരൂപം മാധവനെ വലിച്ചിഴച്ചുകൊണ്ട് കുടിലിന്റെ മുറ്റത്തിട്ട് പിന്തിരിഞ്ഞ് നടന്നു.
ചെല്ലമ്മ വിളിച്ചുവെങ്കിലും തിരിഞ്ഞു നോക്കാതെ ആ സ്ത്രീ ഇരുട്ടിലേക്ക് നടന്ന് അപ്രത്യക്ഷയായി. മുറ്റത്ത് കിടന്ന മാധവൻ നിശബ്ദനായിരുന്നു. ചെല്ലമ്മ വിളക്ക് കൊളുത്തിക്കൊണ്ടുവന്ന് നോക്കിയപ്പോൾ ചോരയും മണ്ണും പുരണ്ട ഒരു മാംസപിണ്ഡമായിരുന്നു മുറ്റത്ത് അനക്കമില്ലാതെ കിടന്നിരുന്നത്. കാൽമുട്ടുകൾക്ക് മുകളിലേക്ക് ശിരസ് വരെ തൊലിയും മാംസവും നിലത്ത് വലിഞ്ഞ് ഇളകിപ്പോയിരുന്നു. മൂക്കും ചുണ്ടുകളും പുരികവും നെറ്റിയും ചെന്നികളും ചെവിയും തേഞ്ഞരഞ്ഞു പോയി. അത് മാധവനാണെന്ന് തിരിച്ചറിയാനേ പറ്റുമായിരുന്നില്ല. ചെല്ലമ്മയും മകളും നടുങ്ങി അലമുറയിട്ടു. അയൽക്കാർ ഓടിക്കൂടി. ഇരുട്ടിലേക്ക് നടന്നുപോയ സ്ത്രീയെ തിരയാൻ കുറെ പേർ ടോർച്ചുമായി പോയി. അന്വേഷിച്ചു പോയവർക്ക് ആ സ്ത്രീയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവൾ എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോയി എന്നൊന്നും ആർക്കും മനസ്സിലായില്ല. മുഖം ശരിക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും വല്യമംഗലത്തെ അങ്ങുന്നിന്റെ മോൾ അഞ്ജലിക്കുഞ്ഞിനെ പോലെ തോന്നിച്ചുവെന്ന് ചെല്ലമ്മയും തങ്കമണിയും പറയുകയുണ്ടായത്രേ. ഇത് കേട്ടപ്പോൾ കരുണാകരൻ നമ്പ്യാർക്ക് നേരിയൊരു നടുക്കമുണ്ടായി. ആ ചെല്ലമ്മയുടെ ഒരു കാര്യമേ സുമതിക്കുട്ടിയമ്മ പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്നലെ വരെ വല്ല ഇടിവെട്ടിയോ പാമ്പ് കൊത്തിയോ മാധവൻ ചത്തുകിട്ടിയാൽ മതിയായിരുന്നെന്ന് പ്രാഗിക്കൊണ്ട് നടന്നവളാ. ഇന്നിപ്പോൾ ചേട്ടൻ പോയേ, ഇനി ഞങ്ങൾ കാര്യമില്ലേ എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരയുന്നു. നീ പോയോ അവിടെ? മുറ്റത്തൊന്നും പോയില്ല, ശവം കണ്ടുമില്ല. ആൾക്കൂട്ടമല്ലയോ അവിടെ എല്ലാം. കരുണാകരൻ നമ്പ്യാർ അപ്പോൾ തന്നെ ചെല്ലമ്മയുടെ ചെറ്റക്കുടലിലേക്ക് പോയി. അവിടെ ഇപ്പോഴും ആൾക്കൂട്ടമുണ്ട്. പോലീസ് എത്തിയിരിക്കുന്നു. അവർ ഇൻക്വസ്റ്റ് തയ്യാറാക്കുകയാണ്. സബ് ഇൻസ്പെക്ടറെ നമ്പ്യാർക്ക് പരിചയമുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ നമ്പ്യാർ SIയുമായി സംസാരിച്ചു. വാസ്തവത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്പ്യാർ SIയോട് ചോദിച്ചു. മാധവനെ ആരോ വീട്ടിൽ നിന്ന് കള്ളുഷാപ്പ് വരെയും കള്ളുഷാപ്പിന്റെ പടിക്കൽ നിന്ന് വീട് വരെയും റോഡിലൂടെ വലിച്ചിഴച്ചിരിക്കുന്നു. ഒരു സ്ത്രീയാണത് ചെയ്തതെന്ന് ചെല്ലമ്മയും മകളും ആണയിട്ട് പറയുന്നുണ്ട്. അർദ്ധരാത്രിക്ക് ഒരു വീട്ടിൽ കടന്നു ചെന്ന് ഇങ്ങനെ ചെയ്യാൻ ഏത് സ്ത്രീക്കാണ് ധൈര്യമുണ്ടാവുക? ഇത് വിശ്വസിക്കാൻ പാടുപെടുകയാണ് ഞങ്ങൾ. വലിച്ചിഴക്കപ്പെട്ടത് തന്നെ. വീട് മുതൽ കള്ളു ഷാപ്പ് വരെ വലിച്ചിഴക്കപ്പെട്ടതിന്റെ ചോരപ്പാടുകളുമുണ്ട് വഴിയിലുടനീളം. ഈ സംഭവം നടക്കുമ്പോൾ മറ്റാരും കണ്ടതുമില്ല. അതാണ് അത്ഭുതം. ഇൻസ്പെക്ടർ നെറ്റി അമർത്തി തുടച്ചു. മിസ്റ്റർ നമ്പ്യാർ, അതിനേക്കാൾ എന്നെ അമ്പരിപ്പിക്കുന്നത് മറ്റൊന്നാണ്. മാധവൻ സാമാന്യം തടിമിടുക്കുള്ളവനാണെന്ന് ഓർക്കണം. 65-70 കിലോ ഭാരം വരും. ഇത്രയും ഭാരം വലിച്ചുകൊണ്ടു പോകാൻ അസാമാന്യ കരുത്തുള്ള ഒരു മനുഷ്യനെ കൊണ്ടേ പറ്റൂ. അതുപോകട്ടെ, മാധവന്റെ വീട്ടിൽ നിന്ന് ഷാപ്പ് വരെയുള്ള ദൂരം മിക്കവാറും ഇറക്കമാണെന്ന് തന്നെ പറയാം. ഇറക്കത്തിലേക്ക് വലിക്കാൻ എളുപ്പമാണല്ലോ. എന്നാൽ ഷാപ്പിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് കയറ്റമാണ്. കുത്തനെയുള്ള ചില ഭാഗങ്ങളുമുണ്ട്. അതിലെ ഒരാളെ വലിച്ചിഴച്ച് കയറ്റണമെങ്കിൽ 2 അതിലധികമോ മല്ലന്മാർ തന്നെ വേണ്ടി വരും. പിന്നെയല്ലേ ഒരു സ്ത്രീ തനിച്ച്. അത്രയും കരുത്തുള്ള ഒരു സ്ത്രീ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അവൾ എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോയി? അവൾക്കും മാധവന്റെ കുടുംബത്തിനും തമ്മിൽ എന്ത് ബന്ധം? SI ആകെ നിരാശനായിരുന്നു. ആളുകൾ ഇതേക്കുറിച്ച് എന്തു പറയുന്നു? നമ്പ്യാർ ചോദിച്ചു. അവരെല്ലാം അന്ധവിശ്വാസികളാണല്ലോ. ചിലർ പറയുന്നത് കേട്ടു, കാവിലമ്മ മാധവന്റെ നീചത്വം കണ്ട് പൊറുതിമുട്ടിയിട്ട് നേരിട്ട് വന്ന് ശിക്ഷിച്ചതാണെന്ന്. അറുകൊല വേഷം മാറി വന്നതായിരിക്കുമെന്ന് വേറെ ചിലർ. അവരിൽ നിന്ന് വല്ല തുമ്പും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. പ്രതിയെ കണ്ടുപിടിച്ചെന്നിരിക്കട്ടെ, എങ്ങനെ തെളിയിക്കും? ആര് വിശ്വസിക്കും? SI കൈകുടഞ്ഞു. ചെല്ലമ്മയ്ക്കും തങ്കമണിക്കും ഒന്നും പറയാനില്ലേ? നമ്പ്യാർ സൂക്ഷ്മതയോടെ ചോദിച്ചു. അവരെന്തു പറയാൻ? മിസ്റ്റർ നമ്പ്യാരുടെ മകൾ അഞ്ജലിയെപ്പോലെ തോന്നിച്ചുവെന്ന് ചെല്ലമ്മ ഒരു ഊഹം പറഞ്ഞു. മുഖം അവർ കണ്ടതേയില്ല. ധരിച്ചിരുന്ന സാരിയുടെ നിറമോ തരമോ അവർക്ക് നിശ്ചയമില്ല. വ്യക്തമായി പറയാൻ ഒരടയാളവുമില്ല. പിന്നെങ്ങനെ തോന്നിച്ചു? ഞാനും അഞ്ജലിയും ഇന്നലെ രാത്രിയിൽ ഈ നാട്ടിലെ ഉണ്ടായിരുന്നില്ല. അഞ്ജുവിന് ഒരു ജോലി കിട്ടി. ഞാനവളെ ജോലിസ്ഥലത്ത് കൊണ്ടു ചെന്നാക്കാൻ പോയതായിരുന്നു. ഇന്നലെ രാത്രി 9:30 വരെ ഞങ്ങൾ ഒരു സിനിമാ തിയേറ്ററിലായിരുന്നു. പിന്നെ ഹോട്ടലിൽ വന്നു കിടന്നു, ഉറങ്ങി. ഒരേ മുറിയിൽ. വാതിൽ ഞാനാണ് പൂട്ടിയത്. ഞാൻ ഉറങ്ങുമ്പോൾ 11 മണി കഴിഞ്ഞിരിക്കണം. അപ്പോൾ അഞ്ജലി മുറിയിൽ നല്ല ഉറക്കത്തിലാണ്. 5 മണിക്ക് മുമ്പ് ഞാൻ ഉണർന്നു. അപ്പോഴും അവൾ കിടക്കയിലുണ്ട്.
11നും 5നും ഇടയ്ക്ക് 80 കിലോമീറ്ററോളം ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്ന് ഈ ക്രൂരകൃത്യം ചെയ്തിട്ട് അവൾ തിരികെ ഹോട്ടൽ മുറിയിൽ വന്ന് കിടന്നുകൊള്ളുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? നമ്പ്യാർ ചോദിച്ചു. താങ്കളോട് ആര് ചോദിച്ചു ഈ വിശേഷങ്ങളൊക്കെ? ഞങ്ങൾക്ക് നിങ്ങളുടെ മകളെ സംശയമുണ്ടെന്ന് വിചാരമുണ്ടോ? ഇല്ല. എങ്കിലും സത്യാവസ്ഥകൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? ഇനി അഥവാ നിങ്ങളുടെ മകൾ ഇന്നലെ രാത്രി മാധവന്റെ വീടിനരികെ ഉണ്ടായിരുന്നുവെന്ന് ഇരിക്കട്ടെ. അവൾക്ക് മാധവനോട് വിരോധം തോന്നാൻ ഒരു കാരണം വേണ്ടേ? ഇതുപോലെ ഒരു കൊലപാതകം ചെയ്യാനുള്ള മനക്കരുത്ത് വേണ്ടേ? അത് മാത്രം മതിയോ? മാധവന്റെ ശരീരം വലിച്ചിഴയ്ക്കാൻ 2 മല്ലന്മാരുടെ ആരോഗ്യം വേണ്ടേ? അഞ്ജലിയെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വാഴക്കുല വലിച്ചുകൊണ്ടു പോകാൻ അവളെ കൊണ്ട് പറ്റിയേക്കും. അതും പറഞ്ഞ് എസ് ഐ പൊട്ടിച്ചിരിച്ചു. അവളുടെ പേര് ഇവിടെ കേട്ടതുകൊണ്ട് ഞാൻ വിശദീകരിച്ചെന്നേയുള്ളൂ. ഇന്ന് അവൾ പുതിയ ജോലിയിൽ ജോയിൻ ചെയ്തു. വെരി ഗുഡ്. ശരി, വീണ്ടും കാണാം. നമ്പ്യാർ യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. അയാളുടെ മനസ്സിൽ എപ്പോഴും ഒരസ്വസ്ഥത ബാക്കി നിന്നിരുന്നു. തന്റെ മകൾ അഞ്ജലിയും മാധവന്റെ കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് തന്നെ അയാൾ തീർച്ചപ്പെടുത്തി. പക്ഷേ അഞ്ജലിയെപ്പോലെ തോന്നിച്ചുവെന്ന് ചെല്ലമ്മയുടെയും തങ്കമണിയുടെയും മൊഴി തീരെ നിസ്സാരമാക്കി തള്ളിക്കൂടാ. ഈ നാട്ടിൽ അവർക്ക് കണ്ടുപരിചയമുള്ള എത്രയോ യുവതികളുണ്ട്. അവരിൽ ആരെയും പോലെയല്ലല്ലോ തോന്നിച്ചത്. കൃത്യം അഞ്ജലിയെ പോലെ തന്നെ. മുഖവും വേഷവുമെല്ലാം വ്യക്തമായി കണ്ടില്ല. എന്നിട്ടും അഞ്ജലിയുടെ രൂപഭാവങ്ങളിൽ ഒരു അജ്ഞാത ശക്തി ഈ ദിക്കിൽ വിളയാടുന്നുവെന്ന് വേണം കരുതാൻ. നമ്പ്യാർ സ്വയം ചോദിച്ചു. ജയന്തന്റെ മുഖം പൊള്ളിക്കുകയും പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് രാജിയാക്കുകയും ടെറസിൽ നിന്ന് വീണ അപ്പുകുട്ടനെ താഴെ നിന്ന് പിടിച്ചു രക്ഷിക്കുകയും ചെയ്ത അതേ അഞ്ജലി. അല്ലെങ്കിൽ അഞ്ജലിയുടെ രൂപമുള്ള അതേ ശക്തി തന്നെയായിരിക്കണമല്ലോ മാധവനെ വലിച്ചിഴച്ച് കൊലപ്പെടുത്തിയതും. എങ്കിൽ ജയന്തൻ സമ്മാനിച്ച സ്റ്റീരിയോഡ് സെറ്റും മറ്റു സമ്മാനങ്ങളും കടിച്ചു ഞെരിച്ചും തകർത്തതും അവൾ തന്നെയായിരിക്കുമല്ലോ. ആ ചെയ്തത് തന്റെ മകൾ തന്നെയായിരുന്നുവെന്ന് തീർച്ചയാണ്. താൻ മാത്രമല്ല, സുമതിയും കണ്ടതാണ്. അങ്ങനെ നോക്കുമ്പോൾ രണ്ടും ഒരു വ്യക്തി തന്നെയാണെന്ന് വരുന്നു. കരുണാകരൻ നമ്പ്യാർ തളർന്നുപോയി. ഇതുപോലൊരു ചിന്താക്കുഴപ്പം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പാരവശ്യത്തോടെ അയാൾ കസേരയിൽ ചാഞ്ഞുകിടന്നു. ഈശ്വര, എന്താണിത്? ഒരു ദുഷ്ടശക്തി തന്റെ കുടുംബത്തെ ഗ്രസിച്ചിരിക്കുകയാണോ? അതൊരു ദുഷ്ടശക്തിയാണെങ്കിൽ അപ്പുവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയെന്ന സൽപ്രവൃത്തി കൂടി എങ്ങനെ ചെയ്തു? സുമതി, അയാൾ വേവലാതിയോടെ വിളിച്ചു. സുമതിക്കുട്ടിയമ്മ വേഗമെത്തി. ഒരു ഗ്ലാസ് തണുത്ത വെള്ളം. സുമതിക്കുട്ടിയമ്മ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളമെടുത്തു കൊടുത്തു. ഒറ്റ വലിക്ക് അയാളത് കുടിച്ചു തീർത്തു. ഒരു ഗ്ലാസും കൂടി താ. എന്തുപറ്റി? വല്ലാത്ത പരവേശം. ഒരു ഗ്ലാസ് വെള്ളം കൂടി അയാൾ കുടിച്ചു. അവിടെ പോയിട്ട് എന്തായി? ആരാ? എന്താണ്? വല്ല തുമ്പും കിട്ടിയോ? ഓ, അലക്ഷ്യമായിട്ട് ഒരു ശബ്ദമുണ്ടാക്കിയിട്ട് പെട്ടെന്നൊരു ഉൾപ്രേരണയാലെന്ന പോലെ നമ്പ്യാർ ചോദിച്ചു. ആട്ടെ സുമതി, അഞ്ജുവും മാധവനും തമ്മിൽ വല്ല പിണക്കവും ഉണ്ടായിരുന്നോ? ഇതെന്ത് ചോദ്യം? അവരെന്താ തരപ്പിടിക്കാരാണോ? ഇണങ്ങാനും പിണങ്ങാനും? ഏതെങ്കിലും തരത്തിൽ മാധവൻ അവളോട് ധിക്കാരം കാണിക്കുകയോ മോശമായിട്ട് പെരുമാറുകയോ ചെയ്തതായിട്ട് അറിയാമോ? അങ്ങനെ എന്തെങ്കിലും സൂചന? ഒന്നുമില്ല. അവള് മാധവനെ കണ്ടാൽ അറിയുമോന്ന് തന്നെ സംശയമാ. കുടിയനാണേലും മാധവൻ നമ്മുടെ പിള്ളേരുടെ മുമ്പിൽ ഓച്ഛാനിച്ചേ നിൽക്കത്തുള്ളൂ. മാധവൻ മഹാവഷളനാണെന്ന് അഞ്ജുവിനോട് നീയോ മറ്റാരെങ്കിലുമോ പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ടോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഒന്ന് ഓർത്തു നോക്കിക്കോട്ടെ. ആ, ഇന്നലെ ചെല്ലമ്മ ഇവിടെ വന്ന് മാധവന്റെ വഷളത്തരത്തെപ്പറ്റി എന്നോട് കുറെ കരയുകയും പറയുകയും ഒക്കെ ചെയ്തു. ആഹാ, എന്നിട്ട്? പിന്നാമ്പുറത്ത് വെച്ചാ. അന്നേരം അഞ്ജു അവിടെ വന്നു. ചെല്ലമ്മയുടെ കരച്ചിലും പറച്ചിലും കുറെ കേട്ടു നിന്നിട്ട് അഞ്ജു പോവുകയും ചെയ്തു. ചെല്ലമ്മ എന്തൊക്കെയാ പറഞ്ഞത്? സുമതിക്കുട്ടിയമ്മ താനറിഞ്ഞ വിവരങ്ങളൊക്കെ നമ്പ്യാർക്ക് വെളിപ്പെടുത്തി. ഇതു മുഴുവൻ അഞ്ജു കേട്ടോ? കേട്ടു കാണും, ഞാൻ ഓർക്കുന്നില്ല. ഈശ്വര, നമ്പ്യാർ ഉള്ളം കൈയിൽ നെറ്റി താങ്ങി. അധ്യായം 19. രാത്രി. എസ് ഐ സദാശിവൻ ചിന്താവിഷ്ടനായി കസേരയിൽ ചാഞ്ഞിരിക്കുകയാണ്. അല്പം മുമ്പ് ടൗണിൽ ഒരു പ്രകടനമുണ്ടായിരുന്നു. അത് പ്രകോപനമായി തീരാതിരിക്കാൻ മുൻകരുതലെടുത്ത് പ്രകടനം പിരിയുന്നതുവരെ കാത്തുനിന്ന ശേഷം ക്ഷീണിച്ച് സ്റ്റേഷനിൽ തിരിച്ചെത്തിയതേയുള്ളൂ അയാൾ. വളരെ കുറച്ച് പോലീസുകാരെ സ്റ്റേഷനിലുണ്ടായിരുന്നുള്ളൂ. റൈറ്റർ, ഒരു ഹെഡ് കോൺസ്റ്റബിൾ, 2 കോൺസ്റ്റബിൾമാർ, സെൻട്രി. കോൺസ്റ്റബിൾമാരിൽ ഒരാളായ ദിനേശൻ വന്ന് എസ് ഐയെ സല്യൂട്ട് ചെയ്തു. സാർ. എന്താടോ? എസ് ഐ മുഖമുയർത്തി. സാർ, ആ മാധവന്റെ കൊലപാതകം. എസ് ഐ നിവർന്നിരുന്നു. കൊലപാതകം? എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ടായിരുന്നു. പറയടോ. നമുക്കൊരു സൂചന കിട്ടിയിട്ടുണ്ടല്ലോ. എന്തോന്ന് സൂചന? അല്ല, ആ ചെല്ലമ്മയും തങ്കമണിയും പറഞ്ഞില്ലേ, കരുണാകരൻ നമ്പ്യാരുടെ മോൾ അഞ്ജലിയെ പോലെ ഒരു സ്ത്രീ. ഒരു സ്ത്രീ? ഞാനൊരു എളിയ സംശയം പറഞ്ഞെന്നേയുള്ളൂ.
പക്ഷേ സാറത് നിസ്സാരമാക്കി തള്ളിക്കളയരുത്. കുന്തം പോയാൽ ആരെങ്കിലും കുടത്തിനകത്ത് തപ്പുമോ? ചുമ്മാ തപ്പി നോക്കണം സാർ. ഇന്നത്തെ കാലത്തെ കുന്തമല്ലേ. പുതിയ തരം കുട പോലെ 3 ഫോൾഡ് കുന്തമാണെങ്കിലോ? SI പൊട്ടിച്ചിരിച്ചു. താനൊരു രസികനാണല്ലോടോ. സാർ, ആ വഴിക്ക് ഒന്ന് ചിന്തിക്കണമെന്നാണ് എന്റെ അപേക്ഷ. എടോ, നമ്പ്യാരും മകളും മാധവൻ കൊല്ലപ്പെട്ട രാത്രിയിൽ ഈ നാട്ടിലെങ്ങുമില്ലായിരുന്നു. അതവര് പറയുന്നതല്ലേ, നമുക്ക് വാസ്തവം അറിയില്ലല്ലോ. ആട്ടെ, നമ്പ്യാരുടെ മോൾക്ക് മാധവനെ കൊല്ലാൻ തക്ക വിരോധമെന്താ? ഉണ്ടാവാം, നമ്മൾ അന്വേഷിച്ചില്ലല്ലോ. ശരി, ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. അവൾ ഒരുത്തി നോക്കിയാൽ ആ തടിമാടനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിഴയ്ക്കാൻ പറ്റുമോ? അതില്ല. തന്റെ തലയിൽ എങ്ങനെ കയറി ഈ സംശയം? സാർ, നമ്പ്യാർക്ക് ഒരു അനന്തരവനുണ്ട്, ജയന്തൻ. അയാളുടെ അനുജൻ അശോകനും ഞാനും ഒന്നിച്ച് പഠിച്ചതാ. അവൻ പറഞ്ഞ് 2 വിചിത്ര സംഭവങ്ങൾ ഞാൻ അറിഞ്ഞു. കേട്ടാൽ അവിശ്വസനീയം, പക്ഷേ സംഗതി സത്യം. പറ, കേൾക്കട്ടെ. ഒരു പാതിരാ നേരത്ത് അഞ്ജലി എന്ന് പറയുന്ന ആ പെണ്ണ് അശോകന്റെ വീട്ടിൽ ചെന്നു. അകത്തു നിന്ന് കുറ്റിയിട്ടിരുന്ന 3 വാതിലുകളും തുറന്ന് ജയന്തന്റെ മുറിയിൽ കയറി ഒരു തീപ്പന്തം കൊണ്ട് ജയന്തന്റെ മുഖം അവൾ കരിച്ചു കളഞ്ഞു. ആ കൃത്യം നടത്തിയ ശേഷം അവൾ അവിടെ നിന്നിറങ്ങിപ്പോകുന്നത് ആ വീട്ടിലെല്ലാവരും കാണുകയും ചെയ്തു. ഒരു ഫർലോങ് ദൂരം അശോകൻ അവളുടെ പുറകെ ഓടി. പക്ഷേ ഒപ്പമെത്താൻ പറ്റിയില്ല. അവൾ സ്വന്തം വീട്ടിനകത്ത് കയറി പോവുകയും ചെയ്തു. ആഹാ, എന്നിട്ട്? SIക്ക് രസം പിടിച്ചു. പിന്നീട് കൂട്ടിച്ചോദിച്ചപ്പോൾ അഞ്ജലി കുറ്റകൃത്യം നിഷേധിക്കുകയാണ് ചെയ്തത്. അവൾ അങ്ങനെ ചെയ്തുവെന്ന് അവളുടെ വീട്ടുകാരും വിശ്വസിക്കുന്നില്ല. അത് കൊള്ളാമല്ലോ. അവരെന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെട്ടില്ല? കുടുംബകാര്യമായതുകൊണ്ട് പരസ്പരം പറഞ്ഞൊതുക്കി. ഈ ജയന്തൻ അവളോട് കടുത്ത പ്രേമമായിരുന്നെന്നും അവൾ അവനെ തള്ളിപ്പറഞ്ഞെന്നും ജയന്തൻ അവളെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചെന്നും ഇങ്ങനെ പല കഥകളുമുണ്ട് അതിന്റെ പുറകിൽ. ഓ, ശരി തന്നെ. ഞാനിപ്പോൾ ഓർക്കുന്നു. ഇതിനു ശേഷമാണല്ലോ ജയന്തൻ അഞ്ജലിയെ കുത്തി മുറിവേൽപ്പിച്ചത്. ആ കേസ് രാജിയാക്കാൻ അഞ്ജലി തന്നെയാണ് അന്ന് രാത്രി എന്റെ അടുത്തെത്തിയത്. ശരി ശരി, രണ്ടാമത്തെ സംഭവമോ? ഒരു സന്ധ്യയ്ക്ക് അഞ്ജലിയുടെ ചേച്ചിയുടെ കുഞ്ഞ് ഒരു 5 വയസ്സുകാരൻ 3ാം നിലയിൽ നിന്ന് താഴെ വീണു. 2ാം നിലയുടെ ടെറസ് എന്ന് പറയുമ്പോൾ 3ാം നിലയാണല്ലോ. അഞ്ജലി കൃത്യം താഴെ വന്നു നിന്ന് ഒരു കേടും കൂടാതെ അവനെ പിടിച്ചെടുത്ത് തള്ളയെ ഏൽപ്പിച്ചു. വീഴുന്നത് കണ്ടോണ്ട് അവൾ താഴെ നിൽക്കുകയായിരുന്നോ? ദൈവത്തിനറിയാം. അതിന് തൊട്ടു മുമ്പ് വരെ അവൾ കുളിമുറിയിൽ നിന്ന് കുളിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും വിചിത്രം, 30 അടിയോളം ഉയരത്തിൽ നിന്ന് 15 കിലോ ഭാരം വന്ന് വീണിട്ട് അവളുടെ കൈക്കോ കുഞ്ഞിന്റെ ശരീരത്തിനോ ഒരു ചെറിയ ക്ഷതം പോലും ഏറ്റില്ലെന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നവൾക്ക് മാധവന്റെ ശരീരം കള്ളുഷാപ്പ് വരെ വലിച്ചു കൊണ്ടുപോകാനാണോ വിഷമം? SI സദാശിവൻ ചിന്താഗ്രസ്തനായി. പക്ഷേ ആ മുഖം പൊള്ളിച്ചതിൽ അസാധാരണമായി എന്തുണ്ട്? അടച്ചിട്ട 3 വാതിലുകൾ നിഷ്പ്രയാസം തുറന്നില്ലേ? അശോകൻ സർവശക്തിയുമെടുത്ത് ഒപ്പമെത്താൻ ഓടുമ്പോൾ അവൾ സാധാരണ പോലെ നടക്കുകയായിരുന്നെന്ന് ഓർക്കണം. കഷ്ടിച്ച് 20 വാരം മുമ്പിൽ നടക്കുന്ന പെണ്ണിനൊപ്പമെത്താൻ ഒരു ചെറുപ്പക്കാരന് ഓടിയിട്ടും പറ്റിയില്ലെന്ന് വന്നാൽ? SI വിലങ്ങനെ തലയാട്ടി. അല്പനേരം മിണ്ടാതിരുന്നു. പിന്നെ തൊപ്പിയും ബാറ്റണും എടുത്തുകൊണ്ട് എഴുന്നേറ്റു. സർ, നമ്പ്യാരറിയാതെ ചെറിയൊരു അന്വേഷണം. ഇന്ന് രാത്രിയെങ്കിലും സമാധാനമായിട്ട് ഉറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. താനെന്റെ തലച്ചോറിനകത്ത് തീപ്പൊരിയിട്ടു. SI സദാശിവൻ സ്റ്റേഷന് പുറത്തേക്ക് നടന്നു. ക്വാർട്ടേഴ്സിലെത്തി. കുളിച്ച് ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ അയാൾ ആലോചിച്ചു, ഏതായാലും ഒന്ന് അന്വേഷിച്ചു കളയാം. നമ്പ്യാരും മകളും ഇന്നലെ രാത്രിയിൽ എവിടെയായിരുന്നുവെന്ന്. നമ്പ്യാർക്ക് സംശയം തോന്നാത്ത വിധം നിർദോഷമായ ഒരു അന്വേഷണം, അത് മതി. SI സദാശിവൻ രാവിലെ കരുണാകരൻ നമ്പ്യാരുമായി ഫോണിൽ ബന്ധപ്പെട്ടു. എന്താ സാർ രാവിലെ? നമ്പ്യാർ ചിരിയോടെ ചോദിച്ചു. താങ്കളും മകളും മിനിഞ്ഞാന്ന് രാത്രി തങ്ങിയ ഹോട്ടലിന്റെ വിലാസം ഒന്ന് തരാമോ? ഓ യെസ്. എന്താ വിശേഷിച്ച്? ഒരു കുന്തം കുടത്തിലും തപ്പി നോക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെന്ന് ക്ലിയറായാൽ ആ ഫയൽ മടക്കാമല്ലോ. എന്താ, എന്റെ മോളെ സംശയമുണ്ടോ അഞ്ജുവിനെ? തമാശ മട്ടിലാണ് ചോദിച്ചതെങ്കിലും നമ്പ്യാരുടെ സ്വരമൽപ്പം പതറിയിരുന്നു. ഏയ്, ടേക്ക് ഇറ്റ് ഈസി. മോളുടെ ഹോസ്റ്റലിന്റെ വിലാസവും ജോലി ചെയ്യുന്ന കമ്പനിയുടെ വിലാസവും കൂടി തരാം, കുറിച്ചെടുത്തോ. SI സദാശിവൻ വല്ലാതായി. അതൊന്നും വേണ്ടെന്നേ. ഇരിക്കട്ടെ, ഉപയോഗപ്പെട്ടാലോ? നമ്പ്യാർ പറഞ്ഞുകൊടുത്ത വിലാസങ്ങൾ മുഴുവൻ സദാശിവൻ കുറിച്ചെടുത്തു. ഓക്കെ, ഗുഡ് ലക്ക്. താങ്ക് യു. SI സദാശിവൻ ഫോൺ വെച്ചു. ഈ വട്ടുകേസിന് പുറകെ പോയി നാണക്കേടുണ്ടാക്കണോ എന്ന് അയാൾ ആലോചിച്ചു. കോൺസ്റ്റബിൾ ദിനേശനെ അയാൾ വിളിച്ചു. ദിനേശ, നമ്പ്യാർ നമ്മളോട് നുണ പറയുമെന്ന് താൻ കരുതുന്നുണ്ടോ? നുണ ആർക്കും പറയാം സാർ, ദൈവത്തിന് പോലും. SI സദാശിവൻ പുഞ്ചിരിച്ചു. ശരി, എന്നാൽ നമുക്കൊന്നിച്ചു പോകാം. മഫ്റ്റിയിലായിരുന്നു യാത്ര. ആദ്യം അവർ അഞ്ജലി താമസിക്കുന്ന ഹോസ്റ്റലിലെത്തി. മേട്രനോട് സദാശിവൻ തിരക്കി.
മിസ് അഞ്ജലി നമ്പ്യാർ എന്നൊരു പെൺകുട്ടി ഇവിടെ താമസിക്കുന്നുണ്ടോ? ഉവ്വല്ലോ, ഇന്നലെയാണ് അവൾ ഇവിടെ താമസം തുടങ്ങിയത്. എന്താ സാർ? ആ കുട്ടി എൻ്റെ ഒരു റിലേറ്റീവാണ്. ഹോസ്റ്റലിന്റെ പേര് പറഞ്ഞിരുന്നെങ്കിലും ഞാനങ്ങ് മറന്നുപോയി. ഇത് തന്നെയാണോ ഹോസ്റ്റൽ എന്നൊരു സംശയം. വൺ മിസ്റ്റർ കരുണാകരൻ നമ്പ്യാരുടെ മകളല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അഞ്ജലി? അതെ അതെ, അവൾ ഇവിടെ തന്നെയാണ് താമസം, സംശയിക്കേണ്ട. മേട്രൻ ചിരിച്ചു. ഇപ്പോൾ കാണാനൊക്കില്ലായിരിക്കും. അവൾ ഓഫീസിൽ പോയിരിക്കുകയാണ്. 5 മണി കഴിഞ്ഞേ വരൂ. JP ആൻഡ് കമ്പനിയിലാണെന്ന് തോന്നുന്നു. ഒന്ന് നോക്കിക്കൊള്ളട്ടെ? വേണ്ട സിസ്റ്റർ, JP ആൻഡ് കമ്പനി തന്നെ. ഞങ്ങൾ അവിടെ ചെന്ന് അവളെ കണ്ടുകൊള്ളാം. SI സദാശിവനും ദിനേശനും ചേർന്ന് JP ആൻഡ് കമ്പനി കണ്ടുപിടിച്ചു. SI സദാശിവൻ മാനേജരെ കണ്ട് അഞ്ജലിയെ ഒന്ന് കാണണം എന്ന് അഭ്യർത്ഥിച്ചു. ആരാ നിങ്ങൾ? അഞ്ജലിയുടെ അങ്കിളാണ്. പാർലറിൽ വെയിറ്റ് ചെയ്യൂ, അഞ്ജലിയെ അങ്ങോട്ട് അയക്കാം. സദാശിവനും കോൺസ്റ്റബിൾ ദിനേശനും പാർലറിന്റെ സോഫയിൽ ഇരിപ്പുറപ്പിച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ അഞ്ജലി എത്തി. അവൾ സന്ദർശകരെ പകച്ചു നോക്കി. ഇൻസ്പെക്ടർ സദാശിവൻ പുഞ്ചിരിച്ചുവെങ്കിലും അഞ്ജലിയുടെ മുഖത്ത് അപരിചിത ഭാവമായിരുന്നു. ആരാ, മനസ്സിലായില്ലല്ലോ? അവൾ പരുങ്ങലോടെ ചോദിച്ചു. ഇത് കോൺസ്റ്റബിൾ ദിനേശൻ. എന്നെ അറിയില്ലേ? സബ് ഇൻസ്പെക്ടർ സദാശിവൻ. കുറെ നാൾ മുമ്പ് നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. എനിക്കൊട്ടും ഓർമ്മ വരുന്നില്ല. അഞ്ജലിയെ ജയന്തൻ കത്തികൊണ്ട് ആക്രമിച്ചത് ഓർക്കുന്നോ? ആ കേസ് രാജിയാക്കണമെന്ന് പറയാൻ അഞ്ജലി സ്റ്റേഷനിൽ വന്നിരുന്നു. ഞാൻ ഇടപെട്ടാണ് അത് തേച്ചുമാച്ച് കളഞ്ഞത്. അഞ്ജലിക്ക് ഒന്നും മനസ്സിലായില്ല. പണ്ട് ഇക്കാര്യത്തെക്കുറിച്ചായിരിക്കും അച്ഛൻ തന്നെ ചോദ്യം ചെയ്തതെന്ന് ഓർമ്മിച്ച് അനുകൂല ശബ്ദം പുറപ്പെടുവിച്ച് പരിചിത ഭാവത്തിൽ പുഞ്ചിരിച്ചു. അഞ്ജലി, ഇരിക്കൂ. ഇൻസ്പെക്ടർ സദാശിവൻ കസേര ചൂണ്ടിക്കാട്ടി. അവൾ ഇരുന്നു. ഇന്നലെ ജോയിൻ ചെയ്തു അല്ലേ? അതെ. എങ്ങനെയുണ്ട് ജോലി? പരിചയപ്പെട്ടു വരുന്നതേയുള്ളൂ. വിമൻസ് ഹോസ്റ്റലല്ലേ താമസം? അതെ. സാറെന്താ വിശേഷിച്ച് ഇതിലെ? എന്നെ കാണാൻ? പഴയ കേസിന്റെ കാര്യം വല്ലതും? ഓ, ഒന്നുമില്ല. ഈ സിറ്റിയിൽ വേറൊരു കാര്യത്തിന് വന്നതാ ഞങ്ങള്. നമ്പ്യാരും ഞാനും തമ്മിൽ നല്ല പരിചയമാണെന്ന് അഞ്ജലിക്കറിയാമല്ലോ. നമ്പ്യാരാ ഇന്നലെ എന്നോട് പറഞ്ഞത് മോൾക്ക് ഈ കമ്പനിയിൽ ജോലി കിട്ടിയെന്നൊക്കെ. ഇതിലേ വന്നപ്പോ ഒന്ന് പരിചയം പുതുക്കിയിട്ട് പോകാമെന്ന് കരുതി, അത്രയേ ഉള്ളൂ. ഓ, അത് ശരി. ബൈ ദ ബൈ, അഞ്ജലിയുടെ വീടിനടുത്ത് മാധവൻ എന്നൊരാൾ താമസിച്ചിരുന്നതായി ഓർക്കുന്നുണ്ടോ? ഒരു ചെല്ലമ്മയുടെ ഭർത്താവ്. അഞ്ജലിയുടെ മിഴികൾ വിടർന്നു. അറിയാം സാർ, ഒരു കള്ളുകുടിയൻ, അറുവഷളൻ. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടായിരിക്കും, മുഖം ഓർമ്മയില്ല. ചെല്ലമ്മയെ ശരിക്കറിയാം. ഞങ്ങളുടെ വീട് പണിക്ക് വരാറുണ്ട്. മാധവനെ മിനിഞ്ഞാന്ന് രാത്രി ആരോ കൊലപ്പെടുത്തി. അഞ്ജലിയുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് സാവധാനത്തിലാണ് ഇൻസ്പെക്ടർ സംസാരിച്ചത്. തറയിലൂടെ വലിച്ചിഴച്ച് കൊല്ലുകയായിരുന്നു. വീട്ടിൽ നിന്ന് ഷാപ്പിലേക്കും തിരിച്ച് വീട്ടിലേക്കും. ഉവ്വോ, ലേശം അത്ഭുതം കലർന്ന ഒരു സംതൃപ്തിയോടെ അവൾ പറഞ്ഞു. അയാൾക്കത് തന്നെ വരണം. അത്രയ്ക്ക് ദുഷ്ടനെന്ന ചെല്ലമ്മ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ചെല്ലമ്മയുടെ മകളെ വരെ ആ നീചൻ. ഒരു സ്ത്രീയാണത്രേ അയാളെ വലിച്ചിഴച്ച് കൊന്നത്. സ്ത്രീയോ? അഞ്ജലി വിസ്മയിച്ചു. അതാരാ? അത്രയ്ക്ക് തന്റെ ഇടമുള്ളവൾ ആരാണെന്ന് കണ്ടുപിടിച്ചോ? ഇല്ല, അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ദിനേശൻ ഇൻസ്പെക്ടറെ മെല്ലെ തോണ്ടിയിട്ട് കണ്ണടച്ചു കാട്ടി. നമ്മുടെ നാട്ടിൽ നടന്ന ഒരു സംഭവം വെറുതെ അഞ്ജലിയോട് പറഞ്ഞെന്നേയുള്ളൂ കേട്ടോ. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ? ശരി, വരാൻ തോന്നിയ സന്മനസ്സിന് നന്ദി. ഓ, നന്ദിയൊന്നും വേണ്ട. ഇൻസ്പെക്ടറും സദാശിവനും ഇറങ്ങി. സാറിനെ അവൾക്ക് മുൻ പരിചയമുള്ളതല്ലേ? ദിനേശൻ നടക്കുന്നതിനിടയിൽ ചോദിച്ചു. അതെ. എന്നിട്ട് സാറിനെ കണ്ടപ്പോ യാതൊരു പരിചയവും അവളുടെ മുഖത്ത് കണ്ടില്ലല്ലോ. അതാണ് ഞാനും ആലോചിക്കുന്നത്. ഏതായാലും മറന്നു പോകാൻ വഴിയില്ല. അതിനുള്ള സമയമായിട്ടില്ല. മറന്നതാവില്ല. മുൻ പരിചയമില്ലാത്ത മട്ടിൽ അഭിനയിക്കുന്നതുമല്ല. മുഖഭാവം കണ്ടാൽ അറിയാമായിരുന്നു. അതും ശരി തന്നെ. എന്തോ കുഴപ്പമുണ്ട് സാർ. അവർ കരുണാകരൻ നമ്പ്യാരും അഞ്ജലിയും താമസിച്ച ഹോട്ടലിലെത്തി. ഹോട്ടൽ മാനേജരെ കണ്ട് സംസാരിച്ചു. ഇൻസ്പെക്ടർ തന്നെയും ദിനേശിനെയും മാനേജർക്ക് പരിചയപ്പെടുത്തി. ഐഡന്റിറ്റി കാർഡ് കാട്ടുകയും ചെയ്തു. ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണത്തിന് വന്നതാ ഞങ്ങള്, ഇൻസ്പെക്ടർ പറഞ്ഞു. എന്താ സാർ? മിനിഞ്ഞാന്ന് ഈ ഹോട്ടലിൽ ഒരു കരുണാകരൻ നമ്പ്യാരും ഒരു യുവതിയും കൂടി റൂമെടുത്ത് താമസിച്ചിരുന്നു. രജിസ്റ്റർ നോക്കണം സാർ. ശരി, നോക്കൂ. റിസപ്ഷനിസ്റ്റിനെ വിളിച്ച് മാനേജർ രജിസ്റ്റർ ബുക്ക് കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. രജിസ്റ്റർ ബുക്ക് പരിശോധിച്ചപ്പോൾ നമ്പ്യാരും മകളും അവിടെ 39 നമ്പർ ഡബിൾ റൂമിൽ താമസിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അന്നിവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന റൂം ബോയ്സിനെയും ബേറർമാരെയും വിളിക്ക് SI ആജ്ഞാപിച്ചു. അരമണിക്കൂറിനുള്ളിൽ എല്ലാവരും ഹാജർ. മിസ്റ്റർ നമ്പ്യാരും മകളും മുറിയെടുത്ത് കഴിഞ്ഞ് മുറിയിൽ നിന്ന് എപ്പോഴൊക്കെ പുറത്തുപോയി, എപ്പോൾ തിരിച്ചു വന്നു എന്നീ കാര്യങ്ങൾ വിശദമായിട്ട് പറയണം. ആരായിരുന്നു റൂം ബോയ്? ഞാനാണ് സാർ.
18 വയസ്സ് പ്രായം വരുന്ന ഒരു പയ്യൻ മുമ്പോട്ട് നീങ്ങി നിന്ന് പറഞ്ഞു. 6:30 മണി കഴിഞ്ഞ് അവർ പുറത്തുപോയി. 9:30 മണിക്ക് ശേഷം തിരിച്ചെത്തി. റൂമിൽ തന്നെയാണ് ഭക്ഷണം കൊടുത്തത്. പിന്നെ കാലത്ത് 8:30 അവർ റൂം വെക്കേറ്റ് ചെയ്ത് പോവുകയും ചെയ്തു. 25 രൂപ ടിപ്പ് തന്നു സാർ. അത്രേ നിനക്കറിയൂ? പയ്യൻ തലയാട്ടി. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇൻസ്പെക്ടർ സദാശിവൻ ഓരോ മുഖങ്ങളിലേക്കും മാറി മാറി നോക്കി. ആരും അനങ്ങുന്നില്ല. ഇല്ല അല്ലേ? ഓക്കെ, സഹകരണത്തിന് നന്ദി. ഇൻസ്പെക്ടർ സദാശിവൻ തിരിഞ്ഞു. മാനേജർ, എക്സ്ക്യൂസ് മീ, ഞാൻ ബുദ്ധിമുട്ടിച്ചു അല്ലേ? ഇറ്റ്സ് ഓക്കെ സാർ. സാർ, പിന്നിൽ നിന്ന് ബേറർമാരിൽ ഒരാൾ വിളിച്ചു. എന്താ? സാർ, ഇവിടുത്തെ കുക്ക് പീറ്റർ മിനിഞ്ഞാന്ന് രാത്രിയിൽ താഴത്തെ കോറിഡോറിൽ വെച്ച് ഒരു വല്ലാത്ത സാഹചര്യത്തിൽ ഒരു യുവതിയെ കണ്ടതായി പറഞ്ഞത് ഓർക്കുന്നു. ഇൻസ്പെക്ടർ സദാശിവന്റെ കണ്ണുകൾ തിളങ്ങി. ബേറർ രാധാകൃഷ്ണനാണ് പറഞ്ഞത്. പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേണ്ടായിരുന്നു എന്ന് മറ്റുള്ളവരുടെ നോട്ടത്തിൽ നിന്ന് അയാൾക്ക് തോന്നുകയും ചെയ്തു. ആരാണ് കണ്ടതെന്ന് പറഞ്ഞത്? SI സദാശിവൻ രാധാകൃഷ്ണനെ നോക്കി. അയാൾ അല്പം മുന്നോട്ടാഞ്ഞു. സാർ, ഇവിടുത്തെ കുക്ക് പീറ്റർ. അയാളെ വിളിക്ക്. രാധാകൃഷ്ണൻ കിച്ചണിലേക്ക് പോയി. 5 മിനിറ്റിനുള്ളിൽ പീറ്ററെ കൂട്ടിക്കൊണ്ടുവന്നു. പീറ്ററുടെ നഗ്നമായ നെഞ്ചിലൂടെയും ചുമലിലൂടെയും വിയർപ്പ് ചാലുകൾ ഒഴുകി. ഉടുത്തിരുന്ന ലുങ്കി വിയർപ്പിൽ കുതിർന്നിരുന്നു. തോളിലിട്ടിരുന്ന ഷർട്ട് അയാൾ തിടുക്കത്തിൽ ധരിച്ചു. അത് വിയർപ്പിൽ നനഞ്ഞ് ദേഹത്തോടൊട്ടി. പൊറോട്ടയ്ക്ക് മാവ് കുഴയ്ക്കുകയായിരുന്നു സാർ. അയാൾ മാനേജരോട് ലേശം പരിഭ്രമത്തോടെ പറഞ്ഞു. ഇൻസ്പെക്ടർ സദാശിവൻ ആ ഒറ്റക്കണ്ണനെ സാഗൂതം നോക്കി. ഇടത് കണ്ണില്ല അയാൾക്ക്. നിന്റെ കണ്ണെവിടെ പീറ്റർ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വൃത്തികേട് പുറത്താരെയും കാട്ടരുതെന്ന്, മാനേജർ ശാസിച്ചു. പീറ്റർ വേഗം ഷർട്ടിന്റെ പോക്കറ്റിൽ കൈയിട്ട് അതിമൃദുലമായ വെൽവെറ്റ് ഡബ്ബയിൽ നിന്ന് ഒരു കണ്ണ് പുറത്തെടുത്ത് ഇടത് കണ്ണിന്റെ ഭാഗത്തെ കൺപോള ഉയർത്തി ഉള്ളിലേക്ക് കടത്തി. ഇപ്പോൾ അയാളുടെ മുഖഛായ തന്നെ മാറിപ്പോയിരിക്കുന്നു. 2 കണ്ണുകളുള്ള മനുഷ്യൻ. ഒരെണ്ണം കൃത്രിമ കണ്ണാണെന്ന് തോന്നുകയേയില്ല. താൻ മിനിഞ്ഞാന്ന് രാത്രിയിൽ ഒരു സ്ത്രീയെ അസ്വാഭാവികമായ സാഹചര്യത്തിൽ കണ്ടു എന്നത് നേരാണോ? അതെ സാർ. മിനിഞ്ഞാന്ന് രാത്രി എത്ര മണിക്ക്? വെളുപ്പിന് 4:15 കാണും. ആ സമയത്ത് പീറ്റർ എന്തെടുക്കുകയായിരുന്നു? 4 മണിക്ക് ഞാൻ ഉണരും. 4:30 തുടങ്ങണം കിച്ചണിലെ പണികൾ. ഓഹോ, എന്നിട്ട് താൻ എവിടെ വെച്ചാണ് യുവതിയെ കണ്ടത്? റെസ്റ്റോറന്റിൽ നിന്ന് പുറത്തേക്കുള്ള ഇടനാഴിയിൽ വെച്ച്. അവൾ അവിടെ എന്തു ചെയ്യുകയായിരുന്നു? പുറത്തുനിന്ന് ഹോട്ടലിൽ കടക്കാനുള്ള വാതിലാണ് അവിടെ. ആ വാതിൽ കടന്നാണ് അവൾ വന്നത്. എന്നെ കണ്ടില്ലെന്ന് തോന്നി. താൻ അവളെ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല സാർ. ഇനി കണ്ടാൽ തിരിച്ചറിയുമോ? ഒരു പക്ഷേ. അവളുടെ വേഷം എന്തായിരുന്നു? പീറ്റർ അല്പം ആലോചിച്ചു. അത് ശരിക്ക് ഓർമ്മ വരുന്നില്ല. ഒന്നാമത് റെസ്റ്റോറന്റിലും ഇടനാഴിയിലും കണ്ണാടി ജനലിലൂടെ വരുന്ന തെരുവ് വിളക്കിന്റെ വെട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ടോയ്ലറ്റിലോട്ട് കയറാനിറങ്ങുമ്പോഴാ നിഴല് പോലെ അവള് വന്നതും കോണിപ്പടി കയറി മുകളിലേക്ക് പോയതും. സംശയം തോന്നിയ ഞാൻ പമ്മി പതുങ്ങി പുറകെ പോയി. യക്ഷിമാതിരി മുടിയൊക്കെ അഴിച്ചിട്ട ആ സ്ത്രീ ഒരു മുറിയുടെ മുന്നിൽ ചെന്ന് വാതിൽ പതുക്കെ തള്ളി. അത് തുറന്നു. അവൾ അകത്തോട്ട് കയറുന്ന കണ്ടു. ഞാൻ ചെന്ന് നോക്കുമ്പോ വാതിൽ അടച്ചിരിക്കുകയാ. ഞാൻ ഉടനെ വെന്റിലേഷനിൽ കൂടി എത്തിപ്പിടിച്ചു നോക്കി. അകത്ത് 0 ബൾബിന്റെ വെട്ടത്തിൽ 2 കട്ടിലായി 2 പേർ കിടക്കുന്നത് കണ്ടു. ഒരനക്കവുമില്ല 2 പേർക്കും. നല്ല ഉറക്കം. വേറെ ആരും മുറിയിലെങ്ങുമില്ല താനും. ഞാൻ അന്നേരം തന്നെ താഴെ ഇടനാഴിയുടെ വാതിൽക്കൽ വന്ന് നോക്കി. ആ വാതിലെന്നും അകത്തുനിന്ന് അടച്ചിടുകയാ പതിവ്. പതിവ് പോലെ അത് അടഞ്ഞു കിടക്കുന്നു. ഞാനത് തുറന്നു. ഗേറ്റ് പൂട്ടിയിരുന്നു. കാറോ ഓട്ടോയോ ഒന്നും അകത്ത് കയറിയിട്ടില്ല. പൊക്കമുള്ള മതിലായതുകൊണ്ട് ചാടിക്കിടക്കാനൊന്നും ഒരുമാതിരിക്കാർക്ക് പറ്റുകയില്ല. ഗേറ്റ് കീപ്പർ അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നുണ്ട്. ഗൂർഖ ഇതിന്റെ മുന്നിലുള്ള റോഡിൽ കൂടെ കവാത്ത് നടത്തുന്നത് കണ്ടു. ഞാൻ തിരിച്ചു കയറി പോരുകയും ചെയ്തു. ആ സ്ത്രീ കയറിപ്പോയ റൂം ഏതായിരുന്നു? 39-ാം നമ്പർ മുറിയായിരുന്നു സാർ. ശരി, താൻ പോ. സാർ, എന്തെങ്കിലും പ്രശ്നം? മാനേജർ തലചൊറിഞ്ഞു. ആ സ്ത്രീ കുഴപ്പക്കാരിയായിരുന്നോ? ഏയ്, കുഴപ്പക്കാരിയൊന്നുമല്ല. പക്ഷേ അവൾ എത്ര മണി മുതൽ എത്ര മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊന്നറിയണമായിരുന്നെന്ന് മാത്രം. ശരി, ഞങ്ങൾ പോകട്ടെ. ആവശ്യമുണ്ടായാൽ വീണ്ടും വരും. SI സദാശിവനും ദിനേശനും ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. സാർ, ഫുട്പാത്തിലൂടെ നടക്കുന്നതിനിടയിൽ ദിനേശൻ പറഞ്ഞു. മാധവൻ കൊല്ലപ്പെട്ട രാത്രിയിൽ അവൾ ഹോട്ടലിൽ നിന്ന് പുറത്തു പോയിരുന്നു എന്ന് തെളിഞ്ഞല്ലോ. അതുകൊണ്ട് SI സദാശിവന്റെ സ്വരത്തിന് ഒട്ടുമില്ലായിരുന്നു മാർദ്ദവം. എടോ, 9:30 പുറത്തുനിന്ന് ഹോട്ടലിൽ തിരിച്ചുവന്ന അവർ കുളിയും അത്താഴവും കഴിഞ്ഞ് 11 മണിക്കെങ്കിലുമായിരിക്കും ഉറങ്ങിയത്. അവൾ കൃത്യം 11-ന് തന്നെ ആരും കാണാതെ പുറത്തു കടന്ന് കാറിൽ മാധവന്റെ വീട് വരെ പോയെന്നും ഇരിക്കട്ടെ.
എത്ര പരിചയസമ്പന്നനായ ഡ്രൈവറാണെങ്കിലും 2-2.5 മണിക്കൂറെങ്കിലും എടുക്കില്ലേ അവിടെ വരെ എത്താൻ? റോഡൊക്കെ തോടുപോലെ കിടക്കുകയാണെന്ന് ഓർക്കണം. അതൊക്കെ പോകട്ടെ, മാധവനെ കൊന്നിട്ട് തിരിച്ചു വരാനും വേണ്ടേ 2.5 മണിക്കൂർ? രാത്രി 11-നും വെളുപ്പിന് 4:15-നും ഇടയിൽ ആകെയുള്ളത് 5.25 മണിക്കൂറാണ്. അതിൽ 5 മണിക്കൂറും യാത്രയ്ക്ക് പോയി. പിന്നെയുള്ള 4 മണിക്കൂർ കൊണ്ടാണോ അവൾ മാധവനെ കുടിലിൽ നിന്ന് ഷാപ്പ് വടി വരെയും തിരിച്ച് കുടിൽ വരെയും വലിച്ചിഴച്ചത്? മതമിളകിയ ആന വലിച്ചുകൊണ്ട് ഓടിയാൽ പോലും പറ്റില്ലടോ. സർ, 3-ാം നിലയിൽ നിന്ന് വീഴുന്ന 5 വയസ്സുകാരനെ ഒരു കേടും കൂടാതെ ഓർക്കാപ്പുറത്ത് പിടിച്ചെടുക്കുകയും നല്ല ആരോഗ്യവാനായ ഒരു പുരുഷന്റെ സർവശക്തിയുമെടുത്തുള്ള ഓട്ടത്തെ ചുമ്മാ കൂളായിട്ട് നടന്നു തോൽപ്പിക്കുകയും ചെയ്തവളാണ് ഇതും ചെയ്തതെന്ന് ഓർക്കണം. അവൾക്ക് മാധവനെ ഷാപ്പിലേക്കും തിരിച്ചും വലിച്ചു കൊണ്ടുപോകാൻ 4 മണിക്കൂർ തന്നെ അധികമായിരിക്കും. സദാശിവൻ വീണ്ടും ചിന്താഗ്രസ്തനായി. വൈകുന്നേരം അവൾ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കവളെ സൂത്രത്തിൽ ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടു പോയാലോ? ഞാനത് സാറിനോട് പറയാൻ ആലോചിക്കുകയായിരുന്നു. എന്നിട്ട് പീറ്ററിനെ വിളിച്ച് രാത്രിയിൽ കണ്ട സ്ത്രീ ഇവൾ തന്നെയാണോ എന്ന് ചോദിക്കാം, അല്ലേ? യെസ് സാർ. അവർ 5 മണിക്ക് JP & കമ്പനിയുടെ മുമ്പിലെത്തി. 10 മിനിറ്റിനുള്ളിൽ അഞ്ജലി പുറത്തേക്ക് വരുന്നത് കണ്ടു. ഉടൻ സദാശിവൻ അവളുടെ മുന്നിലേക്ക് ചെന്നു. ഹലോ അഞ്ജലി. അഞ്ജലി മുഖമുയർത്തി. ആളെ കണ്ട് വിസ്മയിച്ചു. നേരത്തെ ഓഫീസിൽ വന്ന ഇൻസ്പെക്ടർ സാറല്ലേ? അതെ. എന്താ സാർ? അഞ്ജലിയും നമ്പ്യാരും മിനിഞ്ഞാന്ന് താമസിച്ച ഹോട്ടൽ ഒന്ന് കാട്ടിത്തരാമോ? അത് പക്ഷേ എവിടെയാണെന്ന് എനിക്ക് നല്ല നിശ്ചയമില്ലല്ലോ സാർ. ഹോട്ടലിന്റെ പേര് അതുപോലും മറന്ന പോലെ. പേര് ഞങ്ങൾക്കറിയാം. എന്നാൽ ഒരു ഓട്ടോ വിളിച്ചു പോയാൽ മതിയല്ലോ, അവർ കാട്ടിത്തരും. SI കുഴങ്ങി. കർശനമായ ആജ്ഞയോ മറ്റോ വേണ്ടി വന്നേക്കും ഇനി ഇവളെ അനുസരിപ്പിക്കാൻ എന്ന് തോന്നി. അഞ്ജലി കൂടെ ഞങ്ങളോടൊപ്പം വരുന്നതാണ് സൗകര്യം. അഞ്ജലിയുടെ കണ്ണുകളിൽ സംശയം തിളങ്ങി. അഞ്ജലി, പേടിക്കേണ്ട, ഉടനെ തിരിച്ചയച്ചേക്കാം. ഞാൻ വരില്ല സാർ. ഒന്നാമത് എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ ആരാണെന്ന കാര്യത്തിൽ സംശയം വല്ലതും തോന്നുന്നുണ്ടോ? ഇപ്പോൾ തോന്നുന്നു. SI സദാശിവൻ ഐഡന്റിറ്റി കാർഡ് അവളെ കാട്ടി. മിനിഞ്ഞാന്ന് രാത്രി ഒരു കൊലപാതകം നടന്നു. അന്ന് രാത്രിയിൽ അഞ്ജലി താമസിച്ചിരുന്ന ഹോട്ടലിലെ ഒരു ജീവനക്കാരൻ സംശയകരമായ സാഹചര്യത്തിൽ അവിടെ ഒരു യുവതിയെ കണ്ടു. അത് അഞ്ജലി തന്നെയായിരുന്നോ എന്ന് ഞങ്ങൾക്ക് അറിയണം. അത്രയേ വേണ്ടൂ. അഞ്ജലി വല്ലാതെ പരിഭ്രാന്തയായി. ഞാൻ വരാം. അതിനു മുമ്പ് എനിക്ക് അച്ഛനോടൊന്ന് സംസാരിക്കണം. ഇവിടെ അടുത്തെവിടെയെങ്കിലും പബ്ലിക് ടെലിഫോൺ ബൂത്ത് ഉണ്ടോ? നമുക്ക് നോക്കാം. റോഡ് വക്കിലൂടെ അവർ അല്പദൂരം നീങ്ങി. ദിനേശൻ ഒരു ടെലിഫോൺ ബൂത്ത് കാട്ടിക്കൊടുത്തു. റോഡിനെതിർവശത്താണത്. അവർ റോഡ് മുറിച്ചു കടന്ന് ബൂത്തിലെത്തി. അഞ്ജലി ടെലിഫോണിന് മുന്നിലിരിക്കുന്നയാളോട് തന്റെ വീട്ടിലെ നമ്പർ പറഞ്ഞു. അയാൾ നമ്പർ ഡയൽ ചെയ്തു കൊടുത്തു. ഹലോ. ഹലോ, അച്ഛനല്ലേ? അച്ഛാ, ഇത് ഞാനാ, അഞ്ജു. നമ്മുടെ നാട്ടിൽ നിന്ന് സബ് ഇൻസ്പെക്ടർ സദാശിവനും ഒരു കോൺസ്റ്റബിളും കൂടി ഇവിടെ എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ അവരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണേ. ഹോൾഡ് ചെയ്യണേ. അഞ്ജലി റിസീവർ സദാശിവനെ കൈമാറി. നിങ്ങൾക്കെന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. അച്ഛൻ സമ്മതിച്ചാൽ ഞാൻ നിങ്ങളുടെ കൂടെ വരും. സദാശിവൻ റിസീവർ ചെവിയോട് ചേർത്തു. ഹലോ, മിസ്റ്റർ നമ്പ്യാരല്ലേ? ഞാനിന്ന് കാലത്ത് വിളിച്ചിരുന്നല്ലോ. മാധവന്റെ? അതെ. ഞങ്ങളിവിടെ വന്ന് അഞ്ജലിയെ കണ്ട് സംസാരിച്ചു. ഛേ, അങ്ങനെയൊന്നും. പ്ലീസ് മിസ്റ്റർ നമ്പ്യാർ, തെറ്റിദ്ധാരണയൊന്നുമല്ല. അതെ. അതൊന്ന് പ്രൂവ് ചെയ്യാനാണ്. നിങ്ങൾ താമസിച്ച ഹോട്ടൽ വരെ അഞ്ജലിയോട് ഒന്ന് വരാൻ പറയുക. ജസ്റ്റ് ഒന്ന് വരിക മാത്രം. ഹേയ്, ഒന്നുമില്ലെന്ന്. താങ്കൾക്ക് വിസമ്മതമില്ലെങ്കിൽ മാത്രം മതി. ഞങ്ങൾ പോലീസ് യൂണിഫോമിൽ ഹോട്ടൽ ജീവനക്കാരെയും കൂട്ടി അഞ്ജലിയുടെ ഹോസ്റ്റലിൽ ചെല്ലുന്നതിനേക്കാൾ ഭേദം. ഓക്കെ, താങ്ക് യു. ദയവായി ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമിക്കണം. കൊടുക്കാം. സദാശിവൻ റിസീവർ അഞ്ജലിയുടെ കയ്യിൽ കൊടുത്തു. ഹലോ. ശരി ശരി അച്ഛാ. പക്ഷേ ഞാൻ ഇല്ല, പേടിയൊന്നുമില്ല. അച്ഛൻ പേടിക്കാണ്ടിരുന്നാ മതി. അച്ഛൻ അറിയാലോ, നമ്മളൊന്ന് യെസ്, ഫൂളിഷ്നെസ് എന്നല്ലാതെ എന്തു പറയാൻ. ദൂരം മാത്രമോ? ഹോട്ടൽ രജിസ്റ്ററിൽ കാണുമല്ലോ. അതും മാധവനോട്. എനിക്കെന്തിന് വിരോധം? ഇറ്റ്സ് ഓക്കെ. ഓക്കെ. അഞ്ജലി റിസീവർ വെച്ചു. ചാർജ് സദാശിവൻ കൊടുക്കാനാഞ്ഞപ്പോൾ അവൾ തടഞ്ഞു. വേണ്ട, ഞാൻ കൊടുത്തോളാം. അവൾ ഹാൻഡ് ബാഗിൽ നിന്ന് പണമെടുത്തു കൊടുത്തു. നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കളയണ്ട, പ്രത്യേകിച്ച് ഇക്കേസിൽ. കൈക്കൂലിയൊന്നും തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക്. സദാശിവൻ ചിരിച്ചു. പെണ്ണ് മിടുക്കിയാണ്. നല്ല തന്റേടം, ആത്മവിശ്വാസം. പോകാം. അവൾ മുമ്പേ ഇറങ്ങി.
അവൾ തന്നെ ഒരു ഓട്ടോ കൈകാണിച്ച് നിർത്തി. മൂവരും കയറി. സദാശിവൻ ഹോട്ടലിന്റെ പേർ പറഞ്ഞു. 10 മിനിറ്റിനുള്ളിൽ അവർ സ്ഥലത്തെത്തി. റെസ്റ്റോറന്റിലേക്ക് കടന്നപ്പോൾ SI പറഞ്ഞു, നമുക്കോരോ കാപ്പി കഴിക്കാം അഞ്ജു. നോ, ഇനി കാപ്പിയും പഞ്ചസാരയും ഒന്നും വേണ്ട. എന്നെ കാണേണ്ടയാളെ വിളിച്ചാൽ മതി. അഞ്ജലിയുടെ മുഖം ചുവന്നിരുന്നു. ഉള്ളിൽ രോഷം തിളയ്ക്കുന്നുണ്ടെന്ന് സദാശിവന് മനസ്സിലായി. സദാശിവൻ മാനേജരോട് പറഞ്ഞ് പീറ്ററെ വിളിപ്പിച്ചു. മിനിഞ്ഞാന്ന് രാത്രിയിൽ താൻ കണ്ട സ്ത്രീ ഇതാണോ? സദാശിവൻ ചോദിച്ചു. പീറ്റർ അവളെ അടിമുടി നോക്കി. അത് ഇവൾ തന്നെയാണെന്നും അല്ലെന്നും തോന്നി അയാൾക്ക്. പറയടോ. ഒരുമാതിരി ഇതുപോലെ തന്നെ സാർ, പക്ഷെങ്കില് ഇത് തന്നെയാണോന്നൊരു സംശയവും. പീറ്റർ പരിഭ്രമിച്ച് അവളെയും SIയെയും മാനേജരെയും മാറി മാറി നോക്കി. സാർ, ഇനി എനിക്ക് പോകാമോ? അഞ്ജലി സദാശിവനെ നോക്കി. പോകാമല്ലോ, ഞങ്ങൾ കൊണ്ടുപോയി വിടാം. നോ താങ്ക്സ്, ഇവിടുന്ന് ഹോസ്റ്റൽ വരെ പോകാൻ എനിക്കിപ്പോൾ വഴിയറിയാം. മിസ് അഞ്ജലി ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമിക്കുക. ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഇറ്റ്സ് ഓക്കെ. പക്ഷേ സാർ, മാധവന്റെ കൊലപാതകത്തിൽ നിങ്ങൾക്ക് എന്നെ സംശയമുണ്ടെന്ന് ഓഫീസിൽ വെച്ച് കണ്ടപ്പോൾ പറയാമായിരുന്നു. തീർച്ചയില്ലാത്ത കാര്യമായത് കൊണ്ടാണ് പറയാഞ്ഞത്. വെറുതെ കുട്ടിക്ക് ടെൻഷൻ ഉണ്ടാക്കണ്ട എന്ന് കരുതി. പിന്നെ ഇപ്പോൾ പറഞ്ഞതോ? തീർച്ചയായോ? ഇപ്പോ പറയേണ്ടി വന്നു. എന്നിട്ടോ ഒരു ടെൻഷനുമില്ല എനിക്ക്. മാധവനെ കൊന്നത് ഞാനാണെന്ന് നിങ്ങൾ സ്ഥാപിച്ചാൽ പോലും എനിക്ക് ടെൻഷനില്ല. അതിന്റെ പേരിൽ എന്നെ ഒരു ചുക്കും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയുമില്ല. പൊയ്ക്കോട്ടെ. പ്രതികരണത്തിന് കാത്തു നിൽക്കാതെ ചടുലമായ കാൽവെപ്പുകളോടെ അഞ്ജലി ഹോട്ടലിന് പുറത്തേക്ക് നീങ്ങി. പറയടാ. SI തന്റെ ജാള്യത മുഴുവൻ പീറ്ററുടെ നേർക്ക് കുടഞ്ഞു. അവള് തന്നെയാണോടാ? ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ സാർ. ശരി, ഞങ്ങൾ ഇനിയും വരും ഇവിടെ. പിന്നെ പീറ്ററുടെ നേർക്ക് തിരിഞ്ഞു. കോടതിയിലും താൻ ഇതുതന്നെ പറഞ്ഞേക്കണം. മാറ്റി പറഞ്ഞാൽ അറിയാമല്ലോ. ഹോട്ടലിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ ദിനേശൻ ഇൻസ്പെക്ടറോട് പതുക്കെ പറഞ്ഞു, ഗേറ്റ് കീപ്പറെ ഒന്ന് വിരട്ടിയാലോ? നോക്കാം. അവർ ഗേറ്റ് കീപ്പറുടെ സമീപം ചെന്നു. അയാൾ വണങ്ങി നിന്നു. താനാണോ രാത്രിയിലും പകലും ഗേറ്റ് കീപ്പർ? അല്ല, വേറൊരാൾ കൂടിയുണ്ട് സാർ. മിനിഞ്ഞാന്ന് താനായിരുന്നോ കാവൽ? അതെ. ഗേറ്റ് എത്ര മണിക്ക് പൂട്ടും? രാത്രി 11-ന്. തുറക്കുന്നതോ? വെളുപ്പിന് 5 മണിക്ക്. ഇതിനിടയ്ക്ക് അത്യാവശ്യക്കാർ വന്നാലോ? റൂം വേണ്ടിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ തുറന്നു കൊടുക്കും. രാത്രിയിൽ ആർക്കെങ്കിലും പുറത്തു പോകണമെങ്കിൽ തുറന്നു കൊടുക്കുമോ? അത്യാവശ്യക്കാർക്ക്. മിനിഞ്ഞാന്ന് രാത്രി 11 മണിക്ക് ശേഷം ആർക്കെങ്കിലും ഇത് തുറന്നു കൊടുത്തോ? ഇല്ല സാർ. ഒരു സ്ത്രീക്ക്? ഇല്ല. കാറിൽ ഒരു സ്ത്രീ രാത്രി 11-ന് ശേഷം പുറത്തു പോവുകയും 4-ന് ശേഷം തിരിച്ചു വരികയും ചെയ്തില്ലേ? ഇല്ല സാർ. ഗേറ്റ് കീപ്പർ അന്താളിച്ചു പറഞ്ഞു. പുറത്തു പോയതും വന്നതും ആരോടും പറയാതിരിക്കാൻ അവൾ തനിക്ക് കൈമടക്ക് തന്നില്ലേടോ? സാർ, എനിക്കൊന്നും അറിയില്ല. ഒന്നും മനസ്സിലാകുന്നില്ല. അയാൾ കേണു. ഇയാളെ ചോദ്യം ചെയ്താൽ ഒന്നും കിട്ടുകയില്ലെന്ന് ഇൻസ്പെക്ടർക്ക് ബോധ്യമായി. സാർ, പീറ്റർ പറഞ്ഞത് ഒരു പ്രധാന തെളിവായി എടുക്കാം. അഞ്ജലിയെ അയാൾ തിരിച്ചറിഞ്ഞു എന്നത് വാസ്തവം. അന്നേരത്തെ പരിഭ്രമം കൊണ്ട് വല്ലാതെ പതറിക്കാണും. അവൾ താമസിച്ച മുറിയും ആ സ്ത്രീ കയറിപ്പോയെന്ന് പറഞ്ഞ മുറിയും ഒന്ന് തന്നെ. SI മൂളി. നമുക്കിത് തെളിയിക്കാൻ പറ്റും. മാധവന്റെ ഭാര്യ ചെല്ലമ്മയും മകൾ തങ്കമണിയും അഞ്ജലിയുടെ മുഖം മാത്രമേ ശരിക്ക് കാണാതെയുള്ളൂ. അന്ന് രാത്രി അവൾ ധരിച്ചിരുന്ന ഡ്രസ്സ് ധരിപ്പിച്ച് അവരുടെ മുമ്പിൽ നിർത്തിയാൽ അവർ ഒരു പക്ഷേ തിരിച്ചറിഞ്ഞെന്നിരിക്കും. സംഗതിയൊക്കെ ശരിയാണോ? പക്ഷേ കോടതിയിൽ ഇതെങ്ങനെ പ്രൂവ് ചെയ്യും? ഒരു സ്ത്രീക്ക് അസാധ്യമായ പലതും ഇതിന്റെ പിന്നിലുണ്ടല്ലോ. കോടതി അവളെ ശിക്ഷിക്കുകയോ ശിക്ഷിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ ഇതിന്റെ പുറകിൽ അവളാണെന്നൊരു സംശയമെങ്കിലും ജനങ്ങൾക്കിടയിൽ പരത്താൻ പറ്റുമല്ലോ. ഇനിയും ഇതുപോലെ പലതും അവൾ ചെയ്തെന്നിരിക്കും. ഇനിയുമോ? സാറിനറിയാമല്ലോ, കുറെ കാലം മുമ്പ് സ്റ്റഡി ടൂറിന് പോയ സംഘത്തിൽ നിന്ന് ദൂരെ ഒരു ഗ്രാമത്തിൽ വെച്ച് കാണാതായവളാണ് ഈ അഞ്ജലി. 3 ദിവസം കഴിഞ്ഞ അവളെ തിരികെ കിട്ടിയത്, അതും ദുരൂഹമായ സാഹചര്യങ്ങളിൽ. ഭൂതകാലത്തെക്കുറിച്ച് ഒരു ഓർമ്മയുമില്ലാത്ത അവസ്ഥയിൽ. ഇൻസ്പെക്ടർ വിരലുകൾ കൂട്ടിപ്പിണച്ച് ചിന്താധീനനായി നിന്നു. അധ്യായം 20. സ്റ്റേഷനിൽ തിരിച്ചെത്തിയ ഉടനെ SI സദാശിവൻ കരുണാകരൻ നമ്പ്യാരെ ഫോണിൽ വിളിച്ചു. നമ്പ്യാരെ ലൈനിൽ കിട്ടുകയും ചെയ്തു. ഹലോ, ഞാനാണ് SI സദാശിവൻ. ഓ, സദാശിവനോ? പോയ കാര്യം എന്തായി? മാധവനെ കൊന്ന പ്രതിയെ കയ്യോടെ കസ്റ്റഡിയിലെടുത്തോ? തെല്ലു പരിഹാസത്തിലായിരുന്നു നമ്പ്യാരുടെ ചോദ്യം. കസ്റ്റഡിയിലെടുത്തില്ല. പക്ഷേ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ട തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. നമ്പ്യാരെന്ന് പരിഭ്രമിച്ചിട്ടുണ്ടെന്ന് സദാശിവന് മനസ്സിലായി. അല്പം കഴിഞ്ഞാണ് മറുചോദ്യം വന്നത്.
എന്ത് തെളിവുകൾ? അത് പറയാനാ വിളിച്ചത്. പറഞ്ഞോളൂ. സംഭവം നടന്ന ദിവസം രാത്രി എത്ര മണിക്കാണ് താങ്കൾ ഉറങ്ങിയത്? ഹോട്ടലിൽ താമസിച്ച രാത്രിയെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. 11 മണി കഴിഞ്ഞു കാണും, നമ്പ്യാർ മറുപടി പറഞ്ഞു. എന്നാൽ രാത്രി 11-ന് ശേഷം താങ്കളുടെ മകൾ പുറത്തു പോയിട്ടുണ്ട്. ഹോട്ടലിന് വെളിയിലോ? യെസ്, തെളിവുണ്ട്. ഹോട്ടൽ ജോലിക്കാർ തന്നെ സാക്ഷികൾ. എന്താ സദാശിവൻ നിങ്ങളീ പറയുന്നത്? വെളുപ്പിന് 5 മണിയോടെ ഞാൻ ഉണരുമ്പോൾ അവൾ മുറിയിലുണ്ടായിരുന്നല്ലോ. അത് വാസ്തവമായിരിക്കും. അതെങ്ങനെ സംഭവിക്കും? ഹോട്ടലിൽ നിന്ന് നല്ല വേഗതയിൽ 2-2.5 മണിക്കൂറെങ്കിലും കാറോടിച്ചാലേ മാധവന്റെ വീട്ടിലെത്തൂ. തിരിച്ചങ്ങോട്ടും അത്രയും സമയം വേണ്ടിവരും. 2 മണിക്കൂർ ധാരാളം മതി. തിരിച്ചങ്ങോട്ട് 2 മണിക്കൂർ, കൃത്യം നടത്താൻ 1 മണിക്കൂർ. ഞാനിത് വിശ്വസിക്കുകയില്ല. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കേസെടുത്തുകൊള്ളൂ. കോടതിയിൽ പോകാൻ ഞാനും എന്റെ മോളും തയ്യാർ. പക്ഷേ ഇത് തെളിയിക്കാൻ ഈ ലോകത്തൊരു പോലീസുകാരനെ കൊണ്ടും സാധിക്കുകയില്ലെന്ന് ഞാൻ വാതുവയ്ക്കാം. തെളിയിക്കേണ്ട ജോലി എന്റേതല്ലല്ലോ, പ്രോസിക്യൂട്ടറുടേതല്ലേ. നിങ്ങൾ എന്നെയും മോളെയും ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി മനഃപൂർവം. നോ നോ മിസ്റ്റർ നമ്പ്യാർ, നിങ്ങളെ ഇൻസൾട്ട് ചെയ്തിട്ട് എനിക്കൊന്നും നേടാനില്ല. പിന്നെ നിങ്ങൾ എന്തിനീ കള്ളക്കേസ് ഞങ്ങളുടെ മേൽ ചുമത്തുന്നു? കള്ളക്കേസല്ല. വെളുപ്പിന് 4 മണിക്ക് നിങ്ങളുടെ മകൾ ഹോട്ടലിന് വെളിയിൽ നിന്നും അകത്ത് കടന്ന് അപ്സ്റ്റെയറിലെ നിങ്ങളുടെ മുറിയിലേക്ക് കയറി പോകുന്നത് കണ്ടവരുണ്ട്. അസംബന്ധം. ആരു കണ്ടെന്നാണ് താങ്കളീ പറയുന്നത്? ഹോട്ടലിലെ പീറ്റർ എന്നൊരാൾ. ഞാനിത് വിശ്വസിക്കുകയില്ല. ലോകത്താരെങ്കിലും വിശ്വസിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സംഭവം നടന്ന രാത്രിയിൽ നിങ്ങളുടെ മകൾ അസമയത്ത് എവിടെ പോയി എന്നതാണ് പ്രശ്നം. മാധവനെ വലിച്ചിഴച്ച സ്ത്രീ നിങ്ങളുടെ മകളെപ്പോലെ തോന്നിച്ചുവെന്ന് മാധവന്റെ ഭാര്യയും മകളെ മൊഴി നൽകിയിട്ടുണ്ടെന്നുള്ളതും മറക്കണ്ട. സദാശിവൻ, ആരോപണത്തിന് പിന്നിൽ ഒരു യുക്തി വേണമല്ലോ. 11 മണിക്ക് ഹോട്ടലിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങൾ പറയും പോലെ മാരത്തൺ സ്പീഡിൽ കാറോടിച്ച് ഇവിടെ വന്ന് മാധവനെ ഷാപ്പ് വരെയും തിരിച്ച് വീട് വരെയും വലിച്ചിഴച്ച് കൊന്നിട്ട് വീണ്ടും 2 മണിക്കൂർ കാറോടിച്ച് ഹോട്ടലിലെത്താൻ എന്റെ മകളെ കൊണ്ട് സാധ്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ലോകത്തേതെങ്കിലും പെണ്ണിന് സാധിക്കുമോ? അഥവാ സാധിക്കുമെന്നിരിക്കട്ടെ, അവൾക്കിതുകൊണ്ട് എന്തു ലാഭം? മാധവനോട് അവൾക്കെന്തിന് വിരോധം? നിങ്ങളുടെ ഈ സംശയങ്ങളെല്ലാം എന്റെ മനസ്സിലുമുണ്ട് മിസ്റ്റർ നമ്പ്യാർ. പക്ഷേ ഞാൻ പറഞ്ഞതത്രയും സത്യമാണ്. ഞാനാകെ ചിന്താക്കുഴപ്പത്തിലാണ്. ഹോട്ടൽ ജോലിക്കാരൻ കണ്ടത് മറ്റേതെങ്കിലും സ്ത്രീയെ ആണെങ്കിലോ? അവൾ കയറിപ്പോയ മുറി ഞങ്ങൾ താമസിച്ചതാണെന്ന് അവൻ തെറ്റിദ്ധരിച്ചതാണെങ്കിലോ? അഞ്ജലിയെ അവൻ ഐഡന്റിഫൈ ചെയ്തു. നിങ്ങൾ താമസിച്ച അതേ മുറി തന്നെയാണ് അവൻ കാട്ടിത്തന്നതും. ഗോഡ്. മിസ്റ്റർ നമ്പ്യാർ, നിങ്ങളുടെ വീട്ടിൽ ഈ അടുത്ത കാലത്ത് അവിശ്വസനീയമായ ചില സംഭവങ്ങളുണ്ടായതും ഞാൻ അറിഞ്ഞു. അഞ്ജലി ജയന്തന്റെ മുഖം പൊള്ളിച്ചതും കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ നിന്ന് വീണ കുഞ്ഞിനെ വായുവിലൂടെ നീന്തിച്ചെന്ന് രക്ഷപ്പെടുത്തിയതും. എന്താ, ശരിയല്ലേ? റിസീവറിൽ മറുപടിയില്ല. വേറൊരു കാര്യം കൂടി പറയാം. നിങ്ങളുടെ മകൾ എന്നെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല. ജയന്തനെ കുത്തുകേസിൽ നിന്ന് ഒഴിവാക്കാൻ സ്റ്റേഷനിൽ വന്ന് 1/2 മണിക്കൂർ എന്നോട് വാചകമടിച്ചിട്ട് പോയ അവൾ എന്നെ കണ്ടിട്ട് തിരിച്ചറിയാത്തതിനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ? നിർഭാഗ്യകരം. എന്തോ ഒരവിശ്വസനീയത ഇതിനെല്ലാം പിന്നിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ സംഭവങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, രാത്രി ഒരുപാടായി. നാളെ നേരിൽ കണ്ട് വിശദമായി സംസാരിക്കാം. താങ്കൾ ഏതായാലും സമാധാനമായി കിടന്നുറങ്ങുക. സദാശിവൻ, എന്റെ മകൾ നിരപരാധിയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അവളൊരു പാവമാണ്. ആയിരിക്കാം. ദെൻ ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ലക്ക്. സദാശിവൻ റിസീവർ ക്രാഡലിൽ ഇട്ട ശബ്ദം നമ്പ്യാർ കേട്ടു. നമ്പ്യാരുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞിരുന്നു. അയാളാകെ പരവശനായി കാണപ്പെട്ടു. എന്താണച്ഛ, ആരാ വിളിച്ചത്? TV കാണുകയായിരുന്ന രഞ്ജിത്ത് ചോദിച്ചു. ഓ. നമ്പ്യാർ ഒരലക്ഷ്യ സ്വരം പുറപ്പെടുവിച്ചു. അഞ്ജലിയെ ഒന്ന് വിളിക്കണമെന്ന് അയാൾക്ക് തോന്നി. ഉടൻ ഹോസ്റ്റലിലേക്ക് ഡയൽ ചെയ്തു. മേട്രനാണ് ഫോൺ എടുത്തത്. ഹലോ, ഇത് കരുണാകരൻ നമ്പ്യാരാ, അഞ്ജലിയുടെ ഫാദർ. അഞ്ജലിയെ ഒന്ന് ലൈനിൽ കിട്ടുമോ? എല്ലാവരും ഉറങ്ങാൻ കിടന്നല്ലോ. ഇറ്റ്സ് വെരി അർജന്റ്. മേട്രൻ റിസീവർ വെച്ചിട്ട് എന്തോ പിറുപിറുത്തുകൊണ്ട് പോകുന്ന ശബ്ദം കേട്ടു. 2 മിനിറ്റിനുള്ളിൽ അഞ്ജലിയുടെ പരിഭ്രാന്തമായ സ്വരം റിസീവറിൽ കേട്ടു. അച്ഛനാണോ അത്? അതെ. എന്തിനാ അച്ഛൻ വിളിച്ചേ? ആ പോലീസുകാര് വന്ന കാര്യം എന്തായെന്ന് ചോദിക്കാനാ. ഹോ, പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഇത് അച്ഛന് രാവിലെ വിളിച്ചു ചോദിച്ചാൽ പോരായിരുന്നോ? ഈ അച്ഛന്റെ ഒരു കാര്യം. മേട്രൻ വന്ന് അച്ഛൻ വിളിക്കുന്നു, അർജന്റ് കോളാണെന്ന് പറഞ്ഞപ്പോ എന്റെ നല്ല ജീവനങ്ങ് പോയി. നീ ഉറങ്ങിയോ? എനിക്കിപ്പോ നല്ല ദേഷ്യമാ വരുന്നത്. പിന്നെ ഈ 11 മണി രാത്രിക്ക് ഞാൻ ഉറങ്ങാതിരിക്കയാ? മോളെ,
നീ വിചാരിക്കും പോലെ സില്ലി കാര്യത്തിനൊന്നുമല്ല ഞാൻ വിളിച്ചത്. ആ SI സദാശിവനുണ്ടല്ലോ, അയാൾ എന്നെ ത്രട്ടൻ ചെയ്തു. നിന്റെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കുമെന്നും കോടതി കയറ്റുമെന്നുമൊക്കെ. എന്തിന്? നീ മാധവനെ കൊന്നെന്ന്. അതയാള് തെളിയിക്കട്ടെ, കാണാലോ. നീ അയാളെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പണ്ട് കണ്ടിട്ടുള്ളതല്ലേ. എന്നിട്ടിന്ന് കണ്ടപ്പോ തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും ഓർത്തോണ്ടിരിക്കാൻ അയാളാരാ, എന്റെ ദൈവമോ? നീ ശുണ്ഠിയെടുക്കാതെ പറയുന്നത് കേൾക്ക്. നമ്മൾ ഹോട്ടലിൽ താമസിച്ച ദിവസം വെളുപ്പിന് 4 മണിക്ക് നീ ഹോട്ടലിന് വെളിയിൽ നിന്ന് മുറിയിലേക്ക് കയറിപ്പോകുന്നത് ഒരുത്തൻ കണ്ടെന്നും സദാശിവന്റെ മുന്നിൽ വെച്ച് അവൻ നിന്നെ തിരിച്ചറിഞ്ഞെന്നും പറഞ്ഞല്ലോ, നേരാണോ? ആ, ഏതോ ഒരുത്തൻ. അവനേതാണ്ട് പിച്ചും പെയ്യും പറയുന്നത് കേട്ടു. അവനും SIക്കും നല്ല ഡോസ് കൊടുത്തിട്ടാ ഞാൻ തിരിച്ചു പോന്നത്. മോളെ, ഇത് നിസാരമല്ല. മാധവന്റെ ഭാര്യയും മകളും മാധവനെ കൊന്ന സ്ത്രീ നിന്നെപ്പോലെ ഇരിക്കുന്നുവെന്നാണ് പോലീസിൽ മൊഴി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അച്ഛന്റെ വിഷമം നിനക്കറിയില്ല മോളെ. എന്നാൽ എന്റെ അച്ഛൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. അച്ഛന്റെ ഈ മോൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഒരു ഉറുമ്പിനെ പോലും മനസ്സറിഞ്ഞ് കൊന്നിട്ടില്ല. സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോ. അന്ന് രാത്രി നീ ഹോട്ടലിന് വെളിയിൽ പോയില്ലല്ലോ, അല്ലേ? അച്ഛാ പ്ലീസ്, ഒന്നുകിൽ ഈ മകളെ വിശ്വസിക്ക്, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ സദാശിവനെ വിശ്വസിക്ക്. നിന്നെയാണ് മോളെ എനിക്ക് വിശ്വാസം. എന്നാൽ അച്ഛൻ സുഖമായിട്ട് കിടന്നുറങ്ങ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. റിസീവർ വെച്ചിട്ട് അഞ്ജലി തന്റെ റൂമിന് നേർക്ക് നടന്നു. കോറിഡോറിൽ നിന്ന് മേട്രനോട് സോറി ഫോർ ദ ട്രബിൾ മാഡം എന്നൊരു ക്ഷമാപണവും നടത്തി. ഇൻസ്പെക്ടർ സദാശിവനോടും കോൺസ്റ്റബിളിനോടും അവൾക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി. ഹാർട്ടും പ്രഷറും ഷുഗറുമെല്ലാമായിട്ട് വിഷമിച്ചിരിക്കുന്ന അച്ഛനെ പിന്നെയും വിഷമിപ്പിക്കാൻ ഓരോ നാടകങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞ് അവരിപ്പോൾ നല്ല ഉറക്കത്തിലുമായിരിക്കും. ഈ രാത്രിയിൽ തന്നെ രണ്ടുപേരെയും വിളിച്ചുണർത്തി പറയേണ്ടതാണ്, ദയവ് ചെയ്ത് ഉപദ്രവിക്കല്ലേ എന്ന്. വെറുതെ കേസിലേക്കും കോടതിയിലേക്കും വലിച്ചിഴച്ചാൽ വെറുതെ വിടുകയില്ലെന്ന്. അത്രയ്ക്കരിശം വരുന്നുണ്ട്. ഇൻസ്പെക്ടർ സദാശിവൻ ക്വാർട്ടേഴ്സിലെത്തി. യൂണിഫോം അഴിച്ചുവെച്ചു. കുളിമുറിയിൽ കയറി ഒന്ന് കുളിച്ചു. ഇന്ന് സുഖമായൊന്നുറങ്ങണം. യാത്രാക്ഷീണവും ടെൻഷനുമെല്ലാം കൂടി ശരീരം വല്ലാതെ തളർന്നതുപോലെ. അയാൾ ചെന്ന് വാതിലടച്ചു, ലൈറ്റ് അടച്ചു, കിടന്നു. വേഗം ഉറങ്ങുകയും ചെയ്തു. എന്തോ ശബ്ദം കേട്ട് അയാൾ ഞെട്ടി ഉണർന്നു. കണ്ണ് പൊളിച്ചിട്ട് തുറക്കാൻ പറ്റുന്നില്ല. നേരം പുലർന്നു. മുറിയിൽ നല്ല പ്രകാശം. ലൈറ്റിട്ടിരിക്കുകയാണ്. ആര്? ലൈറ്റ് അടച്ചിട്ടാണല്ലോ താൻ കിടന്നത്. സദാശിവൻ കണ്ണു തിരുമ്മി തുറന്ന് നോക്കി. വാതിൽ തുറന്നു കിടക്കുന്നു. ഞെട്ടി എഴുന്നേറ്റു. ചില്ലു ജനാലയ്ക്കൽ പുറത്തേക്ക് നോക്കി ഒരു സ്ത്രീ രൂപം നിൽക്കുന്നു. നൈറ്റിയാണ് വേഷം. ചുവപ്പിൽ വെള്ളപ്പൂക്കളുള്ള നൈറ്റി. മുടി വിതിർത്തിട്ട് തുമ്പുകെട്ടി പിച്ചിപ്പൂമാല ചൂടി നിൽക്കുന്നു. ഇവളെങ്ങനെ അകത്ത് കടന്നു? താൻ വാതിലടച്ചിരുന്നുവല്ലോ. അതോ സാക്ഷിയിടാൻ മറന്നുപോയോ? ആരാണിവൾ? അനേകം ചിന്തകൾ മനസ്സിലൂടെ മിന്നൽ പോലെ കടന്നുപോയി. മുറിയിലാകെ പിച്ചിപ്പൂമണം. തൊണ്ടയിൽ ഉമിനീർ വറ്റിയിരിക്കുന്നു. ഒന്നു മുരടനക്കാൻ ശ്രമിച്ചു. ആരടി നീ എന്ന് അട്ടഹസിക്കാനുള്ള വെമ്പൽ ഭീതിയിലൊതുങ്ങി. പുറം തിരിഞ്ഞു നിന്ന സ്ത്രീരൂപം പതുക്കെ അയാൾക്ക് അഭിമുഖമായി തിരിഞ്ഞു. സദാശിവൻ ഞെട്ടിപ്പോയി. അഞ്ജലി. അവളുടെ കണ്ണുകളിൽ തീപ്പൊരി തിളങ്ങുന്നുണ്ടെന്ന് തോന്നി. സുന്ദരമായ മുഖം ചുവന്ന് തുടുത്തിരിക്കുന്നു. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കുക. അവൾ വിറയാർന്ന ഒരു സ്വരത്തിൽ പറഞ്ഞു, ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വന്നതാ. ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ നിങ്ങളുടെ ശത്രുവല്ല. ഒരു ദ്രോഹവും ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ടില്ല. എന്നെ വെറുതെ കേസിലേക്കും കോടതിയിലേക്കും വലിച്ചിഴക്കരുത്. വീണ്ടും എന്നെ ഇവിടെ വരുത്തരുത്. വന്നാൽ അത് അപേക്ഷിക്കാനായിരിക്കില്ല. സദാശിവൻ മരവിച്ചിരിക്കെ അവൾ വാതിലിനടുത്തേക്ക് ചെന്നു. ചുവരിലേക്ക് കൈനീട്ടി സ്വിച്ച് ഓഫാക്കി. മുറിയിൽ ഇരുട്ട് നിറഞ്ഞു. ഒരു നിഴൽ പുറത്തേക്ക് നീങ്ങുന്നത് കാണായി. പിന്നെ ഒന്നുമില്ല. സദാശിവൻ പേടി കിട്ടിയതുപോലെ അതേ ഇരിപ്പിരുന്നു. പിന്നെ വിപതി ധൈര്യം കൊണ്ട് ചാടി എഴുന്നേറ്റ് ലൈറ്റിട്ടു. പുറത്തെ ലൈറ്റുകളും ഇട്ടു. വെളിയിലിറങ്ങി നോക്കി. ആരെയും കാണാനില്ല. ഇടവഴിയിലൂടെ നായ്ക്കളുടെ ഒരു സംഘം കിതപ്പോടെ കുതിച്ചോടുന്നത് കണ്ടു. മതിൽ കെട്ടിനപ്പുറത്ത് സ്റ്റേഷനിലെ വെളിച്ചം കാണാം. ഇരുളിൽ മുങ്ങി നിൽക്കുന്ന കെട്ടിടങ്ങളുടെ നിര. എല്ലായിടവും നിശ്ചലം. ആരെങ്കിലും ഓടിപ്പോകുന്നുണ്ടോ? ഒരു വാഹനത്തിന്റെ ഇരമ്പൽ കേൾക്കാനുണ്ടോ? ഒന്നുമില്ല. താഴെ കോൺസ്റ്റബിൾസിന്റെ ലൈനിൽ നിന്ന് ഓടിയെത്തുന്ന ഒരു വിളിയൊച്ച. സാറേ. സദാശിവന് ഉൾക്കിടിലമുണ്ടായി. ദേഹമെല്ലാം കുളിര് കോരിയിടും പോലെ. കോൺസ്റ്റബിൾ ദിനേശൻ ഉടുമുണ്ടും വാരിപ്പിടിച്ച് ഓടി വരികയാണ്.
സാറേ. അവൻ വല്ലാതെ പേടിച്ച് വിയർത്ത് കിതച്ച് അരികിൽ വന്ന് നിന്നു. അവൾ വന്നു അല്ലേ അഞ്ജലി? സദാശിവൻ ചോദിച്ചു. ദിനേശൻ നടുക്കത്തോടെ സദാശിവനെ നോക്കി. ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു അല്ലേ? കോടതി കയറ്റിയാൽ ഇനിയും വരുമെന്നും അല്ലേടോ? ദിനേശൻ പകച്ചുനിന്ന് ഒരു മന്ദബുദ്ധിയെപ്പോലെ തലയാട്ടി. തുടരും.